കുഞ്ച് ബിഹാരി ശ്രീഹരിദാസ്. നമ്മൾ പറഞ്ഞു നിർത്തിയത് മീരാബായിയുടെ കഥ അല്ലെ. മീരാബായിയുടെ കഥയില് മീരാബായിക്ക് പ്രത്യക്ഷ അനുഭവങ്ങൾ കിട്ടുന്നു. എങ്ങനെയുള്ള പ്രത്യക്ഷ അനുഭവങ്ങളാണ് കിട്ടുന്നത്? ഭഗവാൻ മീരാബായിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഇത് ഭഗവാൻ മീരാബായിക്ക് ജന്മത്തിൽ കൊടുത്ത വാക്കാണ്. ഞാൻ വന്നിരിക്കും, നീ എപ്പോ വിളിച്ചാലും ഞാൻ വരും. അങ്ങനെ ഭഗവാൻ ഒരു മാല അണിയിച്ചു കൊടുക്കാണ് മീരാബായിക്ക്. മീരാബായിക്ക് അതീവ സന്തോഷാവാണ്. ഇത് സാക്ഷിയായി നിൽക്കുന്നു ആര്? ഭർത്താവായ ഭോജ്രാജ്. ഭോജ്രാജനും പ്രസന്നയെ സ്വന്തം പത്നിക്കാണ് ഇങ്ങനെ ഒരു പ്രത്യക്ഷ അനുഭവം കിട്ടുന്നത്. ഭോജ്രാജിന് എത്ര കണ്ട് സന്തോഷാവാണെന്നറിയോ? ഭാഗ്യം ചെയ്തതാണെന്ന് മനസ്സിലാവാണ് ഭോജ്രാജ്. മനസ്സുകൊണ്ട് മീരേനെ പ്രണമിക്കുകയാണ്. ഇങ്ങനെ അവര് സന്തോഷായിട്ട് പോകുന്ന സമയം. അങ്ങനെ പോകുമ്പോ ഒരു പൂജ വരികയാണ് കൊട്ടാരത്തില്. ആ പൂജയുടെ പേരാണ് ഗംഗൗർ പൂജ. എന്താ ഗംഗൗർ പൂജയുടെ പ്രത്യേകത? ഗംഗൗർ പൂജ എന്ന് പറഞ്ഞാൽ പതിയുടെ ഐശ്വര്യത്തിന് വേണ്ടി ചെയ്യുന്ന പൂജയാണ് ഗംഗൗർ പൂജ. അതായത് പത്നിമാരെടുക്കേണ്ട പൂജ, വ്രതം. അതായത് പത്നിമാര് പൂജ ചെയ്യാണ് ഹസ്ബൻഡിന്റെ ദീർഘായുസിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ട്. അങ്ങനെ കൊട്ടാരത്തിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചയും സംസാരങ്ങളൊക്കെ നടക്കുന്ന സമയം. ഇങ്ങനെ നടക്കുമ്പോ മീരേനെ ഇത് ധരിപ്പിക്കണം. മീരയ്ക്ക് വിരോധികളും വരാൻ പോവാണ് കേട്ടോ. അപ്പൊ മീരയോട് വിരോധം തോന്നി തുടങ്ങുകയാണ് കുറച്ചു പേർക്ക്. അതായത് മീരയുടെ സിസ്റ്ററിൻലോ, അതായത് ഭോജ്രാജിന്റെ സിസ്റ്റർ, പേര് ഊതാബായി. ഡയറക്റ്റ് സിസ്റ്റർ അല്ല. അതായത് ഭോജ്രാജിന്റെ അച്ഛന് 3 വൈഫ് ധർമ്മപത്നികളാണ്. അതില് ഭോജ്രാജിനൊരു ബ്രദറാണ് ഉള്ളത്, പിന്നെ ഒരു സിസ്റ്റർ, പിന്നെയും ഉണ്ട് അംഗങ്ങള്. ഇവിടെ ഊതയ്ക്കാണ് ആരോട് ദേഷ്യം? നമ്മളുടെ മീരാബായിയോട് ദേഷ്യം തോന്നുകയാണ് കേട്ടോ. അതായത് ഈ ഭക്തി ചെയ്യുന്നതും ആളുടെ സൗന്ദര്യത്തിലും ഭജനയിലും കീർത്തനത്തിലും ആ ഒരു പ്രത്യേകതയൊക്കെ കാണുമ്പോൾ ഊതയ്ക്കൊരു ജലസി, അസൂയ തോന്നാണ്. ഊതയ്ക്ക് ഇത് ഒന്ന് പ്രകടിപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഇപ്പൊ അത്. അങ്ങനെ ഊത എന്ത് ചെയ്യുന്നു? ഊത ഗംഗോർ പൂജയുടെ കാര്യം മീരയുടെ അടുത്ത് ധരിപ്പിക്കാൻ പോവാണ്. അപ്പൊ നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല പോകുന്നത് വഴക്കുണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് മനസ്സിൽ. അങ്ങനെ ഊത ചെല്ലുകയാണ് മീരാബായിയുടെ അടുത്തേക്ക്. മീരയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഊത പറയാണ്, ഗംഗോർ പൂജയാണ് നാളെ. അതായത് ഇവിടെ പതിയുടെ ഐശ്വര്യത്തിനും ദീർഘായുസിനും വേണ്ടി നടത്തുന്ന ഒരു പൂജ. കാലത്ത് ഇത്ര സമയത്താണ് പൂജ തുടങ്ങുക. മേടിത്തനി, അതായത് മേടിത്തയിൽ നിന്നും വന്ന രാജകുമാരി എന്ന് പറയുമ്പോൾ മേടിത്തനി എന്നാ പറയാ. ഡയറക്റ്റ് പേരൊന്നും വിളിക്കില്ല. മേടിത്തനി ഇതിൽ പങ്കെടുക്കണം, ഇന്ന സമയത്ത് എത്തണം, ഇത് ചെയ്യണം എന്നൊക്കെ ഒരു ഗാംഭീര്യത്തോടു കൂടി. കാരണം മേവാറിലെ ആണല്ലോ ആ ഗാംഭീര്യവും ആ പ്രൗഢിയും, ഞാൻ ഇത്രയും വലിയ രാജകൊട്ടാരത്തിലാണെന്നുള്ള ആ അഹംഭാവത്തോടു കൂടിയൊക്കെ പറയാണ്. മീര പാവം സാധാരണ പോലെ കേട്ടിട്ട് മീര പറയാ, അവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി, ഞാൻ ആ പൂജ കാര്യങ്ങളിലൊക്കെ വരാം. കാലത്ത് എന്റെ ഗിരിധർ ഗോപാലിന് അഭിഷേകവും പൂജാദികളൊക്കെ കഴിഞ്ഞിട്ട് ഭഗവാന് ഭോഗമൊക്കെ സമർപ്പിച്ചിട്ട് വരാം. കാരണം കാലത്ത് എനിക്ക് കീർത്തനവും പൂജകളൊക്കെ ഉണ്ടെന്ന് പറയാണ്. അതും വളരെ സൗമ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ മീരാബായി പറയുന്നത്. ഇത് നമ്മളുടെ ഊതയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതായത് ഊതാബായിക്ക് തോന്നാണ് ഇവളൊരു ധിക്കാരം പറഞ്ഞ പോലെ. അതായത് നിനക്കപ്പോ ആ സമയത്ത് വരാൻ പറ്റില്ല, നിനക്ക് നിന്റെ ഗിരിധർ ഗോപാലിനോടാണോ പൂജ ചെയ്യാനാണോ, കൃഷ്ണന് പൂജ ചെയ്യണം ആ സമയത്ത് എന്നൊക്കെ മീരനെ പ്രവോക്കിയാണ്. വീണ്ടും ഊത പറയാണ്, ഒരു കാര്യം ചെയ്യാം, ഇത് സ്വന്തം പതിയുടെ പൂജയാണെന്ന്, പതിയുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ്, പതിക്ക് ദീർഘായുസ് കിട്ടാൻ നടത്തുന്ന പൂജ. നീ എന്താ ഇതിനെ ഇത്ര നിസ്സാരായിട്ട് കാണുന്നത്? നിസ്സാരായിട്ട് കാണേണ്ടതാണോ എന്നൊക്കെ പറഞ്ഞ് മീര കാഷ്വൽ ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ മീര പറയാണ്, എന്റെ പതിക്ക് ദീർഘായുസിന് വേണ്ടി പൂജയുടെ ആവശ്യമില്ല അവിടുന്ന്. കാരണം എന്റെ പതി ജഗത്പതിയാണ്, പരംപതി, ഭൂപതി. എന്റെ പതിക്ക് പൂജയുടെ ആവശ്യമില്ല ദീർഘായുസ് കിട്ടാൻ. എന്റെ പതി സദാ സർവജ്ഞനും സർവശക്തനൊക്കെയാണ്. എന്റെ പതി ഈ ഗിരിധർ ഗോപാലായിരിക്കെ ഞാൻ എന്തിനാണ് പൂജ ചെയ്യേണ്ട ആവശ്യം എന്ന് ചോദിക്കാൻ. ഇത് മീര സർവ്വസാധാരണയായിട്ടാ ചോദിക്കുന്നത്. മീര അല്ലാതെ ഇവളെ ഒരു പാഠം ഇങ്ങനെയൊന്നല്ല. മീരയുടെ ലോകത്ത് ഭക്തി ചെയ്യുന്ന ആ ഫ്ലോയിലാണ് മീര പറയുന്നത്. ആൻഡ് ഇത് ധിക്കാരവും ദേഷ്യമായിട്ട് തോന്നാണ് ഊതയ്ക്ക്. അപ്പൊ നീ ഇങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്, അപ്പൊ നിനക്ക് എന്റെ ജ്യേഷ്ഠനോട് സ്നേഹമൊന്നുമില്ല, അവൻ ഇവിടെ സന്തോഷമായിട്ടല്ല ജീവിക്കുന്നത്, ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി.
പാവന്റെ ഭോജരാജ് ഇത്രയും ദുഃഖം അനുഭവിച്ചിട്ടാണ് നിന്റെ കൂടെ ജീവിക്കുന്നത് അല്ലേ, നിനക്ക് അവനൊരു വിലയില്ല എന്നൊക്കെ പറഞ്ഞ് ആ ടിപ്പിക്കൽ, എനിക്ക് ഈ ടോപ്പിക്സ് അത്ര ഇതല്ല പറയാൻ, എന്നാലും ആസ് ഓഫ് സ്റ്റോറി അല്ലേ, അതുകൊണ്ട് നമ്മൾ പറയാ. അപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് മീര എന്നെ കുറെ ഹേർട്ട് ചെയ്തിട്ട് മൂപ്പര് എവിടെ പോയി, അമ്മയുടെ അടുത്തേക്ക് പോവാണ്. അതായത് ഭോജരാജിന്റെ അമ്മ മീരയുടെ മദറിൻലോയുടെ അടുത്തേക്ക് പോയി ഇതൊക്കെ കുറച്ച് കൂട്ടിയിട്ട് പറഞ്ഞു കൊടുക്കും. പറഞ്ഞ് ഭോജരാജന്റെ അമ്മ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ, അമ്മക്ക് എന്താ, അമ്മ മോള് പറയുന്നതല്ലേ കേൾക്കുന്നത്, മകൾ എന്ത് പറയുന്നു അതല്ലേ അമ്മ കേൾക്കുന്നത്. എല്ലാം കേട്ടപ്പോ അമ്മയ്ക്ക് വളരെ വിഷമായി. ഇവളിങ്ങനെയാണോ ഭോജരാജൻ, അപ്പൊ വിഷമാണോ എന്നൊക്കെ ലെവലിലെത്തി അമ്മ. അത്രയും ധരിപ്പിച്ചു കൊടുത്തു ഈ ഊത. അങ്ങനെ ഇരിക്കെ അമ്മ പറയും, അമ്മ ഇനി വിശ്വസിക്കരുത്, നമ്മുടെ ഭോജരാജ് സന്തോഷത്തിലല്ല എന്നൊക്കെ ഊത പറയുന്നത് കേട്ട് അമ്മ പറയും, മീര അങ്ങനെ പറയൂ, അങ്ങനെ പറഞ്ഞു മാത്രല്ല ഗിരിധാരിക്ക് പൂജ ചെയ്തിട്ടേ വരാൻ പാടുള്ളൂ, അവളുടെ പതി ഗിരിധാരിയാണെന്ന്. ഇത് ശരിയല്ല. അപ്പൊ അമ്മയ്ക്കും ദേഷ്യം വിരോധം തോന്നാണ്. നമുക്ക് ഈ തോഴീനെ വിട്ട് ഒന്നും കൂടെ പറയാം എന്ന് പറയാണ് കേട്ടോ അമ്മ. അങ്ങനെ തോഴീനെ വിട്ടിട്ട് വീണ്ടും പറയാണ്, അതായത് ഇങ്ങനെ പൂജയാണ് എന്ന് തോഴി പോവാണ്. അങ്ങനെ തോഴി മീരാബായിയുടെ അടുത്ത് പോയി പറയാ, രാജ്ഞി അവിടുന്ന് ഇങ്ങനെ പൂജയുണ്ട്, ഇന്ന സമയത്ത് വരണം എന്നൊക്കെ പറയാ. അപ്പൊ വീണ്ടും മീര സൗമ്യായിട്ട് പറയാ, ഊതാബായി പറഞ്ഞു ഞാൻ എൻ്റെ ഗിരിധാരിക്ക് പൂജയൊക്കെ കഴിഞ്ഞ പൂജയിൽ പങ്കെടുക്കാം എന്ന് പറയാം. തോഴി ഇത് ചെന്ന് പറയും. ഊത ചോദിക്കും, എന്താ അവള് പറഞ്ഞേ, അവൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞ? അല്ല ഊതാബായി, മേടിത്തനി വരാന്ന് പറഞ്ഞു, പക്ഷെ ഇപ്പൊ പൂജ ഗിരിധാരിയുടെ പൂജ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവള് അഹങ്കാരത്തോടു കൂടിയല്ലേ പറഞ്ഞു. അല്ല ഊതാബായി, മേടിത്തനി എന്നും സംസാരിക്കുന്ന പോലെയാ സംസാരിച്ചത്, നീയും അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയിരിക്ക എന്നൊക്കെ പറഞ്ഞ് കുറെ മോശം മീരാബായിനെ പറയാണ്. നിനക്കും ഇതൊന്നും മനസ്സിലാവാത്തത്, അവള് നിന്നെയും ഇതാക്കി വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അമ്മയ്ക്ക് മനസ്സിലായി, അമ്മയെ നമ്മുടെ ഭോജരാജ സന്തോഷത്തിലല്ല, ഭോജരാജനെ അവള് ബഹുമാനിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല, അവൾ ഈ ഭക്തി കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മീരോട് വിരോധം തോന്നാണ്. ആർക്ക്? ഭോജരാജന്റെ അമ്മയ്ക്ക്. ഊതാബായിക്കാണെങ്കിൽ ദേഷ്യം. അതായത് അവൾക്ക് എന്താ മേടിത്തനി, അവൾക്ക് അഹങ്കാരാണ്, സൗന്ദര്യമുണ്ട് എന്നുള്ള അഹങ്കാരം. അവൾ ആരാ, കൃഷ്ണഭക്തി ചെയ്യുന്നെന്ന് പറഞ്ഞ് ചെറിയൊരു മേടിത്തയിൽ നിന്ന് വന്ന മീരാബായി എന്നൊക്കെ പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യാണ് പാവം മീരനെ. ഇതൊന്നും മീര അറിയുന്നില്ല. മീര കൃഷ്ണനെ ഭക്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഇത് ആരുടെ ചെവിയിൽ കൂടെ എത്താണ്? നമ്മളുടെ അച്ഛന്റെ, അവിടുത്തെ രത്തൻ സിംഗിന്റെ, രത്തൻ സിംഗിന്റെ ചെവിയില്, ഭോജരാജന്റെ അച്ഛന്റെ ചെവിയിലെത്താണ്. ആൻഡ് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ അമ്മ ഡയറക്റ്റ് ആയിട്ട് കേട്ടിട്ടില്ല എന്താണ് മീര പറഞ്ഞത് എന്നുള്ളത്. അമ്മ ഊത പറഞ്ഞതാണ് കേട്ടിട്ടുള്ളത്. അതായത് നമ്മള് ഇത് പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യം ഗുരുജി പ്രത്യേകം പറഞ്ഞതാണ്. നമ്മുടെ ലൈഫില് നമ്മളൊരു തേർഡ് പേഴ്സണിൽ നിന്നും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അല്ലാതെ, വിത്ത് എവിഡൻസ് അല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ അറിയുക, കേൾക്കുക, എന്തെങ്കിലും പറയുക ചെയ്യുമ്പോൾ നമ്മൾ സ്വന്തം ബുദ്ധിയിൽ ചിന്തിക്കാനുള്ള പക്വത, മെച്ചോറിറ്റി നമ്മൾ കാണിക്കണം. അത് അനലൈസ് ചെയ്യാനുള്ള ബുദ്ധി നമുക്ക് ഉണ്ടാവണം. അതായത് ഇപ്പൊ ഞാൻ നിങ്ങളോട് ഈ കഥ പറഞ്ഞു തരുന്നു, ഭഗവാന്റെ പല കാര്യങ്ങളും പറയുന്നു, നിങ്ങൾ ആലോചിക്കണം ഈ കുട്ടി പറയുന്നതിൽ എന്തെങ്കിലും അതിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ഇതിൽ സത്യം, ഇത് കറക്റ്റ് ആണോ, ഫെയർ ആണോ, നീതിപരമാണോ എന്നൊക്കെ ആലോചിക്കണം. സെൽഫ് അനലൈസേഷൻ നടത്തണം. ഇവിടെ അമ്മയ്ക്ക് മകള് പറഞ്ഞത് കേൾക്കാതിരിക്കാം, മീര അങ്ങനെയല്ല, അല്ലെങ്കിൽ അത് പോയി അന്വേഷിക്കാം, ഇതൊന്നും അമ്മ ചെയ്തില്ല, അമ്മ മകള് പറഞ്ഞത് കേട്ടു. സ്വന്തമായി ചിന്തിക്കാനുള്ള കഴിവുമില്ല. അതായത് ഇമോഷൻസിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ നമ്മളുടെ വീക്ക്നെസ് അറിഞ്ഞാൽ അതിൽ ട്രിഗർ ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? എപ്പോഴും സ്വന്തമായി കാര്യങ്ങൾ അനലൈസ് ചെയ്യാനുള്ള പക്വത നമുക്ക് ഉണ്ടാവണം. നോക്കൂ, നമ്മുടെ ലൈഫിൽ ഒരു ബ്രേക്ക് എടുക്കുക, എന്നിട്ട് നമ്മൾ ചിന്തിക്കുക, എന്താ ചിന്തിക്കേണ്ടത്, എന്ത് കാര്യം ഞാൻ എപ്പോഴും മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താ എന്നെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, എന്താ എൻ്റെ ഇമോഷൻസിനെ കൂടുതൽ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ എന്താ എപ്പോഴും റിപ്പീറ്റഡ് ആയി ചിന്തിക്കുന്നത്, അത് നല്ലതാണോ, അത് ചിന്തിച്ചത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ, അതെന്നെ എൻ്റെ മനസ്സിന്റെ ആരോഗ്യത്തിന് നല്ലതാണോ എന്നൊക്കെ നമ്മളൊന്ന് സെൽഫ് അനലൈസ് ചെയ്ത്, അതൊക്കെ നല്ലതാ ചെയ്യുന്നത്. ഓക്കെ, അത് വേണ്ടാത്തതാണെങ്കിൽ അത് വേണ്ടാന്ന് നിൽക്കുക, അതിൽ നീതിപരമായിട്ടുള്ളത് എന്താ, ന്യായം എന്താ
എന്നൊക്കെ സെൽഫ് അനലൈസേഷൻ വളരെ നല്ലതാണ്. ആൻഡ് കോൺഷ്യസ്ലി ഒരു സ്ലോ ഡൗൺ ചെയ്യുക, കുറച്ച് കാം ഡൗൺ ചെയ്യുക. അതായത് പതുക്കെ സ്ലോ ചെയ്യുക. അതൊരു ജാപ്പനീസ് ആണെന്ന് തോന്നുന്നു, ഞാൻ എവിടെയോ വായിച്ചതാണ്. നമ്മൾ ചുറ്റുമുള്ളതിനെ നമ്മളൊന്ന് സ്ലോ ചെയ്ത് നോക്കണം എന്ന്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നിങ്ങൾ. നമ്മൾ വെറുതെ പതുക്കെ നമ്മൾ എല്ലാം സ്ലോ ചെയ്ത് നോക്കാം. പുറത്തൊക്കെ നമ്മൾ കോൺഷ്യസ്ലി, അതായത് നമ്മൾ സ്വയം സ്ലോ ചെയ്യാണ്. ബ്രീത്തിങ് എല്ലാം ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യുക. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ അത് കേൾക്കരുത്. നമ്മളുടെ ബുദ്ധിയിൽ ചിന്തിക്കണം, എല്ലാം അനലൈസ് ചെയ്യണം. അതില് ഇപ്പോ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഇപ്പൊ എളുപ്പമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ, ഞാൻ വേഗം പോവാട്ടെ, അധികം സമയത്തിന് ഇതാക്കില്ല. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇൻപുട്ട് ചെയ്ത് കൊടുത്തു എന്ന് വിചാരിക്കാം. ഗൂഗിൾ, യൂട്യൂബ് എന്തെങ്കിലും, പിന്നെ അത് റിലേറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ കാണുന്നതെല്ലാം. FB-യിലായിക്കോട്ടെ, എന്തിലായിക്കോട്ടെ. പിന്നെ അതായത് നമ്മൾ അറിയാതെ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവാണ്. നമ്മൾ ഈസി ആയിട്ട് ഇപ്പൊ ടെക്നോളജി ഇൻഫ്ലുവൻസ് ചെയ്യാം. നമ്മൾ എന്ത് ചിന്തിക്കണം എന്ന് ഇപ്പോ ഫോണും ടെക്നോളജിയും ഒക്കെയാണ് തീരുമാനിക്കുന്നത്. ഈവൻ പർപ്പസ്ഫുള്ളി നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ പോലും നമ്മൾ അതിൽ പെട്ടുപോകുന്നു. അതായത് നമ്മള് ഒരു കൈക്കുഞ്ഞ് എങ്ങനെയാ ഭക്തി ചെയ്യണ്ടേ പറഞ്ഞ, ഒരു അമ്മ കുഞ്ഞിനെ കയ്യിലെടുക്കാണ്. ആ കുഞ്ഞിനെ കയ്യിലെടുത്താലും ആ അമ്മയുടെ ശ്രദ്ധ മൊത്തം എന്ത് ജോലി ചെയ്താലും കുഞ്ഞിന്റെ അടുത്തായിരിക്കും. ഓക്കെ, ജോലി ചെയ്യും, പക്ഷെ കുഞ്ഞുണ്ട് എന്നുള്ള ബോധമുണ്ട്. ഇതേപോലെ ആയിരിക്കണം നമ്മൾ ഭക്തി ചെയ്യാം എന്നാ പറയുന്നത്. ഇപ്പൊ അതിന് എക്സാമ്പിൾ ഇപ്പോഴത്തെ ഡിസ്കോഴ്സിലൊക്കെ തമാശയ്ക്ക് ആചാര്യന്മാര് പറയും ഫോണുള്ള പോലെ ചെയ്യണം എന്ന്. അതായത് നമ്മളുടെ ഫോൺ ഇപ്പൊ നമ്മൾ കാലത്ത് എണീറ്റ ഫോൺ നോക്കും. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഫോൺ എവിടെയാ നോക്കും. ഇതേപോലെ ഭക്തി അങ്ങനെ ആയിരിക്കണം എന്ന്. ഭക്തി ഇങ്ങനെ വേണം ഭക്തി ചെയ്യാൻ. ഈ ഫോണിനെ നമ്മൾ കൊടുക്കുന്ന ശ്രദ്ധ ഉണ്ടല്ലോ, അതേപോലെ ഭക്തി ചെയ്യണം. നമ്മൾ ഓവർ ഇൻഫ്ലുവൻസ്, നമുക്ക് വേണ്ടാത്ത ഇൻഫർമേഷൻസ് ഒക്കെ നമ്മുടെ തലയിൽ ഇപ്പൊ വരാം. നമ്മൾ ഫോൺ എടുക്കുന്നു, നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആവശ്യമില്ല. ആക്ച്വലി നമ്മൾ അറിയാതെ ടെക്നോളജി ഡ്രൈവണായി പോകുന്നു. അതായത് അവർ ടെക്നോളജി ചിന്തിക്കുക നമ്മൾ എന്ത് കാണണം കേൾക്കണം എന്നുള്ളതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടാത്തതും വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുന്നു. പറഞ്ഞു എന്ന് മാത്രം. ഇതൊക്കെ ഒന്ന് വെറുതെ തിങ്ക് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഒരു ബ്രേക്ക് എടുത്തിട്ട്, നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ ഇത്രയും പോസിബിലിറ്റീസും കേപ്പബിലിറ്റീസും ഒക്കെ ഉള്ളതല്ലേ. അപ്പൊ നമ്മൾ ഇതൊക്കെ ചിന്തിക്കണം. നമ്മൾ ടെക്നോളജിയിലൊന്നും അങ്ങനെ പോകാൻ പാടില്ല. അത് മാത്രമല്ല, മറ്റുള്ളവരുടെ ഇമോഷൻസിലും ഡ്രൈവൺ ആവരുത്. അവരല്ല നിശ്ചയിക്കേണ്ടത് നമ്മൾ എന്ത് ചിന്തിക്കണം എന്നുള്ളത്, പ്രവർത്തിക്കണം എന്നുള്ളത് നമ്മളായിരിക്കണം ചിന്തിക്കേണ്ടത്. അങ്ങനെ ഇരിക്കെ അച്ഛന്റെ ചെവിട്ടിൽ ഇത് എത്തി. അച്ഛനോട് ധരിപ്പിക്കാണ്, അച്ഛനോട് പറയണം നമ്മളിത് ഇങ്ങനെയൊക്കെയാണ് മേടുത്തനി പെരുമാറുന്നത്, ഭോജരാജന് സന്തോഷമില്ല. അച്ഛൻ പറയാണ്, നിങ്ങളുടെ ഭാവമല്ല. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കേട്ടോ അച്ഛന്റെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഇതിൽ പറഞ്ഞു കൊടുക്കാണ്. മീര ഒരു ഗോപീഭാവത്തിൽ ഉപാസന ചെയ്യുന്ന ഒരു ഭക്തയാണ്. മീരയുടെ അടുത്തുള്ള ഭക്തിയും ശ്രദ്ധയൊന്നും നമുക്കില്ല. അതായത് അവളുടെ ലോകത്ത് ഭജന, കീർത്തനം, ഭക്തി ചെയ്തുകൊണ്ടിരിക്കുക. അവൾക്ക് ആരോടും വിരോധമില്ല, ദേഷ്യമില്ല, അവൾക്ക് ആരോടും അസൂയയില്ല, അവൾക്ക് ലോകകാര്യങ്ങൾ ഇടപെടാനൊന്നുമില്ല, അവൾക്ക് ഒന്നിനോട് ആസക്തിയില്ല. ഇതൊക്കെ അച്ഛൻ ശ്രദ്ധിച്ചു കഴിഞ്ഞു. ഇങ്ങനെ ഇരിക്കുന്ന മീരയുടെ ഭജനയും കീർത്തനങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിക്കാറുണ്ട്. വളരെ മനോഹര. കാരണം മനസ്സിൽ തട്ടിയാണ് മീര ഭജന പാടുന്നത്. നമ്മൾ പാടുന്നത് വേറെ, നമ്മൾ മനസ്സിൽ തട്ടി പാടുന്നത് വേറെ. നമ്മൾ പറയില്ലേ, നമ്മളൊരു പാട്ട് കേൾക്കുക, ശ്രദ്ധിക്കുക, ഇത് രണ്ടും രണ്ടാ. കേൾക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് കേൾക്കുന്നു, ലിസൺ. അതായത് മനസ്സിൽ അത് ഹൃദയം അതിന്റെ ലിറിക്സ് ഒക്കെ ശ്രദ്ധിച്ച് നമ്മൾ അത് ഗ്രഹിക്കുമ്പോൾ അത് കേൾക്കുന്നു. ഇതേപോലെ, അതായത് മനസ്സിൽ അത് പെടുന്നു, പഠിക്കുന്ന പോലെ അത് ശ്രദ്ധിക്കുന്നു. ഇതേപോലെയാണ് നമ്മള് മീര പാട്ട് പാടുന്നത്. മീര പാട്ട് പാടുന്നത് ഒരിക്കലും ഒരു പാട്ട് പാടണം അങ്ങനെയല്ല. മീര മനസ്സിലിരുത്തി ഇമോഷൻസ് ഒക്കെ അങ്ങനെ ഫ്ലോ ചെയ്യാണ് മീരയുടെ ഉള്ളിൽ നിന്ന്. അതായത് മീര പാട്ട് പാടുമ്പോ ഉള്ളിൽ നിന്നും സ്നേഹം വരികയാണ് ഗിരിധാരിയോട്. മനസ്സ് തുറന്നാണ് ഭഗവാനോട് ഇപ്പൊ ഇതൊക്കെ ഈ അച്ഛൻ ശ്രദ്ധിച്ചു. മീരയുടെ പാട്ടിലൊക്കെ അകാരണമായിട്ടുള്ള ഒരു ഇമോഷൻ ഉണ്ട്. അപ്പോ അച്ഛൻ പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ ഭാഗ്യവതികളാണ്, നിങ്ങൾക്ക് ഇതൊക്കെ അനുഭവിക്കാൻ പറ്റും മീരയുടെ അടുത്ത് നിന്ന്. അതായത് റാണി മഹലിന്റെ അടുത്ത് പുരുഷന്മാർക്കൊന്നും വരാൻ സാധ്യമല്ല, പെർമിഷൻ ചോദിക്കണം വരണമെങ്കിൽ. നിങ്ങൾക്ക് സദാ മീരയുടെ കൂടെ ഇരുന്ന് ഇതൊക്കെ കേൾക്കാം.
നിങ്ങൾ ഇതൊക്കെ അനുഭവിക്കണം. മീരയുടെ കൂടെ സത്സംഗം, ഭഗവാൻ നമുക്ക് തന്ന അനുഗ്രഹമാണ് മീര. ആ ഗോപിയുടെ ഈ ക്വാളിറ്റീസും ഈ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി മീരയുടെ ഒപ്പം നിൽക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അല്ലാതെ മീര ധിക്കരിച്ചോ ഒന്നും അല്ല ഇതൊക്കെ പറയുന്നത്. ഭൂത പറയാം, അമ്മ അച്ഛൻ ഇതൊന്നും അറിയില്ല, അച്ഛന് രാജ്യപരിപാലനത്തിനാണ് കൂടുതൽ ഇത്, അച്ഛൻ എന്താ നടക്കുന്നത് നമ്മുടെ ഭോജരാജ് ഒട്ടും സന്തോഷത്തിലല്ല എന്നൊക്കെ പറഞ്ഞ് അമ്മേനെ ബ്രെയിൻ വാഷ് ചെയ്തെടുത്തു. നമുക്കറിയാം രാമായണത്തില് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, കൈകേയിനെ എങ്ങനെയാ ബ്രെയിൻ വാഷ് ചെയ്യുന്നതെന്ന് മന്ദര അല്ലെ, എത്രയോ മണിക്കൂറുകൾ കൊണ്ടാണ്. പാവം ആ സമയത്ത് കൈകേയി എന്തൊരു ഇന്നസെന്റ് ആയിട്ടാണെന്നല്ലോ പറയാമ്മ. രാമനല്ലേ നമ്മളുടെ മകൻ, രാമൻ നമ്മുടെ പുത്രനല്ലേ, പട്ടാഭിഷേകം ചെയ്ത എന്താ, രാമൻ നമ്മളെ രക്ഷിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ കൈകേയിനെ മണിക്കൂറുകൾ കൊണ്ടാണ് മന്ദര ബ്രെയിൻ വാഷ് ചെയ്ത് ഭരതനെ പട്ടാഭിഷേകം ചെയ്യണമെന്ന് പറയിപ്പിക്കുന്നതാണ് മറ്റുള്ളവരുടെ വാക്കിന്റെ ഇൻഫ്ലുവൻസ്. പക്ഷെ വിട്ടുകൊടുക്കില്ല. ലാസ്റ്റ് കൈകേയി പറയും, എന്നാലും രാമൻ അങ്ങനെ പറയാണ്, രാമൻ അങ്ങനെ വിട്ടുകൊടുക്കാൻ പോസിബിൾ, എന്റെ മകനും അല്ലേ രാമൻ. മന്ദര പറയും, നീ വിഡ്ഢിയാണ്, നിനക്ക് ബുദ്ധിയില്ല, രാമനല്ല ഭരതനാണ് എന്ന് പറഞ്ഞ ആ മനസ്സിനെ മാറ്റിയെടുക്കുന്നു. അത് ഇൻഫ്ലുവൻസ്ഡ് ആണ്, സ്വന്തമായി ചിന്തിക്കാൻ. ഇതാണ് ഞാൻ പറയുന്നത് നേരത്തെ, നമ്മൾ മറ്റുള്ളവരുടെ ഇമോഷൻസിൽ മറ്റുള്ളവരുടെ വാക്കുകളിൽ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പൊ ഇവിടെ എന്ത് പറ്റി, ഇവിടെ അച്ഛൻ തിരുത്തി കൊടുത്തു, പക്ഷെ അമ്മേനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ഊത റെഡിയായി നിൽക്കുകയാണ്. ഭോജരാജിന്റെ ചെവിട്ടിൽ ഇതൊക്കെ എത്താൻ തുടങ്ങി. ഭോജരാജ് ഒന്നും സീരിയസ് ആയിട്ട് പോലും എടുക്കുന്നില്ല. അങ്ങനെയൊന്നും ഇല്ല, എനിക്ക് മീരയുടെ കൂടെ സദാ സന്തോഷത്തിലാണ്. ആൻഡ് ഭോജരാജ് ഒരു അതിസാമർത്ഥ്യവും ബുദ്ധിയുള്ള ഒരു ചെറുപ്പക്കാരനാണ്, രാജാവാണ്. ഭോജരാജിന് മനസ്സിലായി മീരയ്ക്കെതിരെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒന്നും മീര അറിയാതെ തന്നെ ഭോജരാജ് നോക്കാൻ തുടങ്ങി. അതായത് അങ്ങനെയൊന്നുമില്ല, ഞാൻ സദാ സന്തോഷത്തിലാണ്, മീരയുടെ ഭക്തി ഇങ്ങനെയാണ്, എന്നെ മീര ഒരു കുറവും വെച്ചിട്ടില്ല എന്നൊക്കെ പറയാൻ തുടങ്ങി. ആൻഡ് ചില കാര്യങ്ങൾ മീരയുടെ ചെവിട്ടിൽ പെടാതെ ഭോജരാജ് മറയ്ക്കും. അതായത് എങ്ങനെയാണ് ഒരു ചെറിയ കുട്ടീനെ നോക്കുന്നത് അതേപോലെ ഭോജരാജ് നോക്കുന്നത്. പല പ്രശ്നങ്ങളും മീരയുടെ അടുത്ത് എത്തിക്കില്ല ഭോജരാജ്, അല്ലാതെ തന്നെ മാറ്റിക്കളയും. കാരണം ഭോജരാജിന് അറിയാം മീര അത്രയും ഉയർന്ന തലത്തിലായിരിക്കുന്നതെന്ന്. ആൻഡ് ഭോജരാജിന്റെ അടുത്ത് വന്ന് ഭോജരാജ് പറയും, എനിക്ക് സത്സംഗം വേണം, എനിക്ക് ഭഗവാന്റെ കഥ പറഞ്ഞു തരണം എന്നൊക്കെ പറയുമ്പോൾ മീര സന്തോഷത്തോടു കൂടി എല്ലാം പറഞ്ഞു കൊടുക്കും. രാമായണത്തിലെയും ഭഗവത്ഗീതയിലെയും ഒക്കെ ഭാഗവതത്തിലെയും ഒക്കെ കഥകൾ എങ്ങനെ രാജനീതികളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് മീര. അങ്ങനെ ഇവര് രണ്ടുപേരും കൂടി ഉദ്യാനത്തിൽ കൂടെ നടന്നു പോകുന്ന ഒരു സന്ധ്യ, ഒരു ഈവനിങ്. ആ ഈവനിങ് സമയത്ത് ഭോജരാജും മീരയും സന്തോഷത്തോടെ നടക്കാണ്. അപ്പൊ മീരയോട് ഓരോ കാര്യങ്ങൾ ഭോജരാജ് എന്താ പറയാ ക്യൂരിയോസിറ്റിയോട് കൂടി ചോദിക്കാം, ആകാംക്ഷയോടുകൂടി. ഭഗവാൻ ഇങ്ങനെ പ്രത്യക്ഷ ദർശനമൊക്കെ തരുന്നത് എന്ത് വലിയ കാര്യ മീര, എന്ത് വലിയ അനുഗ്രഹം ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞ്, ഇങ്ങനെയൊക്കെ എങ്ങനെയാ കിട്ടുക സത്സംഗത്തില് ഭഗവാന്റെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇവര് തമ്മിൽ അന്യോന്യം ഭയങ്കര സ്നേഹം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കാറ്റ് വീശാണ് കേട്ടോ. കാറ്റ് വീശി കിളികളുടെ ശബ്ദങ്ങളും അവിടെ നല്ല പൂക്കളൊക്കെ വിരിഞ്ഞിരിക്കുന്നു ഉദ്യാനത്തില്. പെട്ടെന്ന് നമ്മളുടെ മീര ഭയന്ത് ചെയ്യുന്നു, ഭാവാവേശത്തിലേക്ക് പോവാണ്. അതായത് പെട്ടെന്ന് മീരയ്ക്ക് വൃന്ദാവനമൊക്കെ ഓർമ്മ വരുന്നു. മീര സ്വയം മറന്ന് ഭാവാവേശത്തിൽ ആ പൂക്കളും വൃക്ഷങ്ങളും കിളികളും ഉദ്യാനം ഒക്കെ കാണുമ്പോ ഗിരിധാരിയുടെ ഭജന ജപിക്കാണ്. ഗിരിധാരിയുടെ പാട്ടുകൾ മീര പാടാണ്, സ്വയം മറന്ന് പാടാണ് മീര. അങ്ങനെ മീര പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭോജരാജ് ഇത് കേൾക്കുന്നു. മീരയിൽ പതിവില്ലാത്തൊരു മാറ്റം വന്നു. അതായത് സാധാരണ ഭാവാവേശം വരുമ്പോ മീര മാറുന്നു. മീര ഇടയ്ക്ക് തല തോളൊക്കെ ചായുന്നു ആരുടെയോ മേത്തേക്ക്, അതായത് ശരീരത്തിലേക്ക് ചായുന്നു, കൈ തോളത്തുനിന്ന് ഇങ്ങനെ വെക്കുന്നു. അങ്ങനെ ഓരോ എക്സ്പ്രഷൻ മീര ചെയ്യുന്നു. അതായത് കൂടെ ഒരാളുണ്ട്, അങ്ങനെയാണ് മീര ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ ഭോജരാജന് മനസ്സിലായി മീരയുടെ കൂടെ ഭഗവാനുണ്ട്. ഇത് ഭോജർ പ്രത്യക്ഷത്തിൽ കണ്ടുകൊണ്ടിരിക്കുക. അനുഭവങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ഭോജർ പ്രത്യക്ഷത്തിൽ ഇത് അനുഭവിച്ചിട്ടില്ല. ഭഗവാൻ വന്നിരിക്കുന്നു, മീര തോളത്ത് ചായുന്നു, കൈ പിടിക്കുന്നു, മീര അതിൽ ലയിച്ച് പാട്ട് കീർത്തനങ്ങൾ പാടുന്നു. ഭോജരാജന് മനസ്സിൽ അതീവ നല്ലൊരു കസ്തൂരിയുടെയും ചന്ദനത്തിന്റെയും ഒക്കെ ഒരു മണം. മീരയുടെ മുഖം ജ്വലിക്കുന്നു സന്തോഷത്തിൽ. അങ്ങനെ ഭാവാവേശ ഗിരിധാരി പാട്ടൊക്കെ പാടി മീര മോഹാലസ്യപ്പെട്ട് വീഴാണ്. ഇതൊക്കെ കണ്ട് ഭ്രമിച്ചും അത്ഭുതത്തോടു കൂടിയും ഭോജരാജ് ഇരിക്കുന്നു. പെട്ടെന്ന് മീര എണീക്കുന്നു. അവിടുന്ന് ക്ഷമിക്കണം പതിവ് പോലെ പറയുന്നു,
ഇത് പറയരുത് മീര, കാരണം മീര എത്ര ഉയർന്ന തലത്തിലാന്ന് എനിക്കറിയാം, ഭക്തി ചെയ്തുകൊണ്ടിരിക്കുക, ഭഗവാൻ വന്നു ഇല്ലേ മീരയെന്ന് ചോദിക്കും. ഉവ്വ് സഖാ, സഖിക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഭഗവാന്റെ സാന്നിധ്യം, ഭഗവാൻ പക്ഷെ കാണാൻ പറ്റിയില്ല. ഭഗവാൻ വന്നു, ഭഗവാൻ തോളത്ത് കൈയിട്ടതൊക്കെ എനിക്ക് അവിടുന്ന് എത്ര പുണ്യവതിയാണ് എന്നൊക്കെ മീരോട് പറയാണ്. ആൻഡ് മീര ഈ ഭജന കീർത്തനങ്ങളൊക്കെ പാടി സ്വയം മറന്ന് ചെയ്ത് മീരയ്ക്ക് കുറച്ച് ക്ഷീണമായി. അപ്പൊ ഭോജരാജ് പറയാം, അവിടുന്ന് മുറിയിൽ പോയി വിശ്രമിച്ചോളൂ, കാരണം കുറെ നേരമായില്ലേ അവിടുന്ന് ഇതൊക്കെ ചെയ്യുന്നു, കീർത്തനമൊക്കെ പാടി അവിടുന്ന് ടയേർഡായി. ആൻഡ് ഭോജരാജ് തോഴിമാരോട് പറയാണ്, ഞാൻ ഇല്ലാത്ത സമയത്തും മീര ഇങ്ങനെ കീർത്തനം ഭജനയൊക്കെ പാടുമ്പോ സഖിയോട് പോയി പറയാണ്, അവിടുന്ന് ഇതൊക്കെ ഒന്ന് എഴുതിയെടുക്കണം, അതായത് റെക്കോർഡ് ചെയ്യണം, നോട്ട് ചെയ്യണം. അതായത് മീര പല സമയത്തും ഭാവാവേശത്തിലും സ്വയം മറന്ന് ഭജനയും കീർത്തനവും പാടിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പാടുമ്പോ മീര അറിയുന്നില്ല. അപ്പൊ ഇതൊന്നും റെക്കോർഡ് അല്ല, ഇത് ചെയ്യണം. കാരണം മീര ഇല്ലാത്ത സമയത്ത് എനിക്ക് പിന്നീട് ഇത് കേൾക്കാലോ, ഇത് കാണാലോ. കാരണം അസാമാന്യമായിട്ടുള്ള അക്ഷരങ്ങളും പാട്ടുകളും കീർത്തനങ്ങളും മീര പാടുന്നത്. ഇത് പ്രിസർവ് ചെയ്യണം, അതായത് ഇതൊന്നും പോവാൻ നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് സഖി അവിടുന്ന് ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം, ഈ കീർത്തനങ്ങളെല്ലാതും. അതായത് മീര എനിക്ക് പിന്നീട് രാജ്യ പരിപാലനമൊക്കെ ചെയ്ത് വന്ന തിരക്ക് കഴിഞ്ഞ് എനിക്ക് ഇതൊക്കെ വായിക്കാം എന്ന് പറയണം. അങ്ങനെ ഭോജരാജ് പറഞ്ഞത് കൊണ്ട്, സഖി ഇത് റെക്കോർഡ് ചെയ്തത് കൊണ്ട്, നോട്ട് ചെയ്തത് കൊണ്ടാണ് നമ്മളിപ്പോ മീരയുടെ ഭജൻസ് ഒക്കെ കേൾക്കാനും കാണാനും ഒക്കെ തുടങ്ങിയത്. അല്ലാത്ത പക്ഷം നമുക്ക് ഇത് എത്തില്ല നമ്മളുടെ അടുത്ത്. അപ്പൊ നമ്മൾ ഇത്രയും ഞാനിപ്പോ ഈ മീരയുടെ കഥ പറയുന്നത് എപ്പോഴാ, ഈ 2026, എത്ര വർഷം മുന്നത്തെ കഥയാണ് നോക്കൂ. അതാണ് ആ ഭക്തിയുടെ സവിശേഷതയാണ് കേട്ടോ. ഒരു ഭക്തയുടെ കഥ അതും രാജസ്ഥാനിലെ ഒരു ഭക്ത മേവാറിലിരുന്ന്, എന്തുകൊണ്ടാ ഇതിന്റെയൊക്കെ ബേസ് എന്താ, നമ്മുടെ ഭഗവാന്റെ ഭക്തി ആയതിന്റെ ബേസിസിലാണ് അല്ലെ, ഭക്തി ചെയ്തതിന്റെ ലെവൽ, ആ ഭക്തിയുടെ പരിശുദ്ധത, ആ ശുദ്ധിയാണ് ഇവിടെ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും മീരാബായിനെ കുറിച്ച് പറയുന്നത്. അത്ര പ്യോർ ഇന്നസെന്റ് ഡിവോഷൻ ആയിരുന്നു മീരാബായി ചെയ്തത്. ആൻഡ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭോജരാജ് ചോദിക്കുകയാണ്, ഞാൻ എന്തെങ്കിലും ചെയ്തു തരേണ്ട ആവശ്യമുണ്ടോ മീരയ്ക്ക്? മീര പറഞ്ഞു, ഇല്ല, ഒന്നും വേണ്ട, ഞാൻ വളരെ സന്തോഷവതിയാണ്. അതായത് മീരയ്ക്ക് അഥവാ ഒരുക്കണമെങ്കിൽ ഭഗവാനുള്ള വസ്ത്രങ്ങളോ പൂക്കളോ ഒക്കെ ഭോജരാജ് എത്തിക്കും. തോഴിമാരോടെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്ത് എല്ലാം പറഞ്ഞു വെക്കും, ഒന്നിനും ഒരു കുറവൊന്നുമില്ല. അങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ ഭോജരാജ് വരും മീരയുടെ അടുത്തേക്ക് സത്സംഗത്തിന് വേണ്ടിയിട്ട്. അപ്പൊ പറയാ, എനിക്ക് കൃഷ്ണനോട് കൂടുതൽ അടുക്കാൻ ഞാൻ എന്താ ചെയ്യണ്ടേ മീര, ഒന്ന് പറഞ്ഞു തരുമോ? അവിടത്തേക്ക് ഒരു തുളസിമാല കഴുത്തിലിട്ടൂടെ, ആൻഡ് ഒരു ചന്ദനം തൊട്ടൂടെ, ഗോപി ചന്ദനം ഒക്കെ തൊട്ടൂടെ? അത് നല്ലതാ സഖ, അങ്ങനെയാണോ എന്ന് പറഞ്ഞ് ഭോജരാജ് തുളസിമാല ഇടാൻ തുടങ്ങി, ഗോപി ചന്ദനം ഒക്കെ തൊടാൻ തുടങ്ങി. ഇത് കാണുന്ന ഊതയ്ക്കും അമ്മയ്ക്കൊന്നും സഹിക്കുന്നില്ല. ഊതയ്ക്കാണ് സഹിക്കാത്തത്. ഊതാബായി, കണ്ടില്ലേ അമ്മ, നമ്മുടെ ഭോജരാജ് വീരനായിരുന്നു, എന്ത് വലിയ ക്ഷത്രിയനായിരുന്നു, രാജാവായിരുന്നു, അവൻ തുളസിമാലയൊക്കെ ഇട്ട് ഈ മേടിത്തനെ ഇങ്ങനെ ആക്കി നമ്മളുടെ ഭോജരാജിനെ എന്നൊക്കെ പറഞ്ഞ് അമ്മേനെയും ഫാമിലിയിലൊക്കെ ട്രിഗർ ചെയ്ത് തുടങ്ങി ഊത. ഇങ്ങനെ പോയാൽ ശരിയാവില്ല അമ്മ, നമ്മുടെ ഭോജരാജ് നമ്മുടെ കൈവിട്ടു പോവും എന്നൊക്കെ പറഞ്ഞ് മീരയുടെ രീതികൾ ശരിയല്ലാന്നും മീര സ്നേഹിക്കുന്നില്ല ഭോജരാജനെ എന്നും ഭോജരാജ് സന്തോഷവാനല്ലാന്നും. അതായത് ആക്ച്വലി ഭോജരാജ് വളരെ ഹാപ്പിയാണ്. അച്ഛനും അത് പറഞ്ഞു. അവന്റെ മുഖത്ത് എന്തു പ്രസന്നതയാണ്, അവന് എന്തു സമാധാനമാണ് ഉള്ളത്. പക്ഷെ ഊതയ്ക്ക് എങ്ങനെയെങ്കിലും ഇറിറ്റേറ്റ് ചെയ്ത് മീരനെ ഇവിടുന്ന് ഇല്ലാതെയാക്കണം, അല്ലെങ്കിൽ മീരനെ ഒന്ന് എല്ലാവരും കോണർ ചെയ്യണം എന്നൊക്കെ ഉള്ള ചിന്തയാണ് ഊതാബായിക്ക്. ഇങ്ങനെ ഇരിക്കെ ഈ അമ്മയോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാണ്, ഇങ്ങനെയല്ല. അപ്പൊ അമ്മ പറയാണ്, നമുക്കൊരു കല്യാണം കൂടെ കഴിപ്പിക്കാം, നമുക്ക് ഭോജരാജനെ കൊണ്ട് എന്ന് പറയാണ്. ഇത് ഭോജരാജന്റെ ചെവിട്ടിലെത്തി. ഭോജരാജ് പറയും, ഏകധർമ്മ പത്നി വ്രതമുള്ളതാണ് ഭോജരാജ്. ഇഷ്വാക്കു, ഞാൻ പറഞ്ഞല്ലേ ശ്രീരാമസ്വാമിനെ അങ്ങനെ ഉപാസിക്കുന്നതാണ് ഭോജരാജ്. ഭോജരാജ് പറഞ്ഞു, എനിക്ക് മീര അല്ലാതെ ഒരു സ്ത്രീ ഇനി എന്റെ ലൈഫിൽ ഇല്ല. കാരണം മീരയിൽ നിന്നും ഞാൻ അത്രയ്ക്കും ആനന്ദവും, ഞാൻ അത്രയും ബ്ലെസ്ഡ് ആണ്, അനുഗ്രഹീതനാണ് മീരയെ പോലെ ഒരു ധർമ്മപത്നീനെ എനിക്ക് കിട്ടാൻ എന്നൊക്കെ പറഞ്ഞ് ഭോജരാജ് ചിലതൊന്നും സീരിയസ് ആയിട്ട് പോലും എടുക്കില്ല. അല്ലെങ്കിൽ ഇവർക്കൊന്നും ഉദയ്ക്കൊന്നും അടുക്കാൻ പറ്റുന്നില്ല മീരയുടെ അടുത്തേക്ക്, മീരനെ വിഷമിപ്പിക്കാനോ. എന്തൊക്കെ ശ്രമിച്ചിട്ടും അതൊക്കെ ഭോജരാജ് കവർ ചെയ്ത് പോവാണ്. ഇങ്ങനെ ഇരിക്കെ ഭോജരാജ് ചോദിക്കാണ്, ഞാൻ എന്തെങ്കിലും അവിടുന്ന് ചെയ്തു തരണം, അവിടത്തേക്ക് പറയൂ, എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറയണം എന്ന് പറയുമ്പോൾ
മീരാബായി ഒരു കാര്യം പറയണം, അതായത് എനിക്ക് സത്സംഗം ഭയങ്കര ഇഷ്ടമാണ്, എന്റെ ഗിരിധാരിക്കും അതിലേറെ ഇഷ്ടമാണ്. ഗിരിധാരി പറയും എപ്പോഴും സത്സംഗം കേൾക്കാനും ഭക്തരുടെ കൂടെ ഇരിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്റെ ഗിരിധാരിക്ക്. അവിടുന്ന് എങ്ങനെയെങ്കിലും എനിക്ക് സത്സംഗം ചെയ്യാനുള്ള ഒരു സൗകര്യം ചെയ്തു തന്നെ. എനിക്കറിയാം ഇവിടുന്ന് റാണി മഹലിൽ നിന്ന് എനിക്ക് പുറത്തു പോകാൻ പറ്റില്ല, ഇവിടുന്ന് ആരും ഇവിടെ വരാൻ പറ്റില്ല, ഇതാണ് എൻ്റെ ആഗ്രഹം, ഇത് സാധ്യമല്ല എന്നുള്ളത് എനിക്കറിയാം. ഭോജരാജ് പറഞ്ഞു നമുക്ക് മഹളിൽ നിന്ന് പുറത്തു പോകാനോ ആൾക്കാർ വരാനൊന്നും പറ്റില്ല സത്സംഗത്തിന് വേണ്ടിയിട്ട്. ഞാനൊരു കാര്യം ചെയ്യാം, അവിടത്തേക്ക് ഞാനൊരു ക്ഷേത്രം പണിത് തരാം എന്ന് പറയാണ്. അതായത് കൊട്ടാരത്തിന്റെ അടുത്ത് ചിത്തൗട്ടില് ഗിരിധാരിക്ക് വേണ്ടിയിട്ട് ഒരു ക്ഷേത്രം പണിത് കൊടുക്കാണ് ഭോജരാജ്. അവിടത്തേക്ക് അവിടെ നിന്ന് ഇരുന്ന് ഭജന കീർത്തനങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ സ്ത്രീകൾക്കൊക്കെ അവിടെ വരികയും ചെയ്യാം, ഭക്തി കാര്യങ്ങൾ ചെയ്യാം, അവിടുന്ന് സത്സംഗവും. അതായത് ഭഗവാന്റെ ഭക്തർക്ക് എപ്പോഴും ഭഗവാന്റെ ഭക്തരോട് ചേർന്നിരിക്കാൻ ഒരു ആഗ്രഹമാണ്. ഭഗവാനും ഭക്തരുടെ മഹിമകൾ പറയാനും സത്സംഗം ചെയ്യാനും കൃഷ്ണ വിഷയങ്ങൾ സംസാരിക്കാനൊക്കെ ഉള്ള ഒരു ആഗ്രഹം എപ്പോഴും ഉണ്ട്. ഇത് ഉള്ളിൽ നിന്നും വരും, ഇത് ഭഗവാൻ തോന്നിപ്പിക്കുന്നതാണ് മീരാബായിനെ കൊണ്ട്. അങ്ങനെ ഒരു അതിമനോഹരായിട്ടുള്ള ഒരു ക്ഷേത്രം പണിതു കൊടുക്കാണ് ഭോജരാജ്. ആൻഡ് അവിടെ പോയാണ് ഇനി മീരയുടെ ഭജനയും കീർത്തനവും പാട്ടും എല്ലാം അവിടെയാണ്. അവിടെ മനോഹരായിട്ട് അലങ്കരിക്കാനുള്ള കാര്യങ്ങളും വിഗ്രഹം അതായത് ഗിരിധാരിയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ ഇത് കേട്ടും കണ്ടും അറിഞ്ഞ് റാണി മഹളിൽ നിന്നും അതായത് സ്ത്രീകളൊക്കെ എത്താൻ തുടങ്ങി. സ്ത്രീകൾ എത്തിയാൽ കുട്ടികളും വരും. അങ്ങനെ സ്ത്രീകൾ എത്തി അവര് ഈ ഗിരിധാരിനെ കാണാണ്. അവർക്ക് ഭയങ്കര അത്ഭുതം. ഓ കൃഷ്ണൻ, ഇത് വൃന്ദാവനത്തിലെ കൃഷ്ണനാണ്. മീര പറഞ്ഞു കൊടുക്കാണ് കേട്ടോ. ഈ കൃഷ്ണൻ ഒരു പ്രത്യേകത ഉണ്ട്, ഇവൻ എല്ലാവരെയും ഈ കൃഷ്ണനെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു മോഹം തോന്നും, നമ്മളെ വശീകരിച്ചെടുക്കും ഈ ഭഗവാൻ, നമുക്ക് അട്രാക്ഷൻ തോന്നും ഈ കൃഷ്ണനോട്. അപ്പൊ ഇവര് ചോദിക്കും, കൃഷ്ണന്റെ അടുത്ത് എല്ലാവർക്കും സ്നേഹമാണ്, എല്ലാ ഗോപികളും കൃഷ്ണന്റെ അടുത്ത് പോകുന്നു, പക്ഷെ കൃഷ്ണൻ ആരുടെ അടുത്തും മദീന. അത് സർവശക്തനായ ഭഗവാനല്ലേ, സർവവ്യാപിയായ ഭഗവാനല്ലേ, ഭഗവാൻ ഒന്നിനും അതില്ല. ഭഗവാൻ പക്ഷെ ഭക്തർക്ക് വശപ്പെടും. ഭക്തര് വിളിച്ചാൽ ഭക്തരുടെ പ്രേമപാശത്തിലും ഭക്തിയിലൊക്കെ ഭഗവാൻ വശപ്പെട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക മീര. അതായത് അവർ ഇതുവരെ കാണാത്തൊരു ഭക്തി അവരിൽ കാണിച്ചു കൊടുക്കാണ് മീര. നോക്കൂ, ഇന്ന് കണ്ടോ പച്ച നിറത്തിലുള്ള വസ്ത്രം. ഓ ഗിരിധാരി, നീ ഇന്ന് ഇതുകൊണ്ടാണല്ലേ പച്ച നിറത്തിലുള്ള വസ്ത്രം ഇട്ടത്. ഈ ഗോപി അതായത് ഒരു സഖി വരാണ്, ഒരു സ്ത്രീ വരാണ് അവിടെ. ഓ ഇവരിന്ന് പച്ച നിറത്തിലെ വസ്ത്രം ഇട്ടു, ഇതാണല്ലേ നീ ഇന്ന് പച്ചയിടണം എന്ന് പറഞ്ഞു. അതായത് മീര ഉടുപ്പിക്കാൻ ചുമന്ന ദുപ്പട്ട കൊണ്ട് പോകുമ്പോ അത് അഴിഞ്ഞു പോവാ. ഓ ഗിരിധാരി, നിനക്ക് ചുമന്ന ദുപ്പട്ട ഇഷ്ടമല്ല, നിനക്ക് പച്ചയാണോ ഇഷ്ടം? എന്നാ പച്ച കൊണ്ട് ഉടുപ്പിക്കാം. അങ്ങനെ ഓ നിങ്ങൾ പച്ച ഉടുത്തത് കാരണാണ്, ഈ സഖി പച്ച ഉടുത്ത കാരണാണ് എന്റെ ഗിരിധാരി ഇന്ന് പച്ച മതി പറഞ്ഞത്, ഇത്രയ്ക്ക് ഇഷ്ടാണോ പച്ച എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഇടയിൽ ഭഗവാനോടൊരു അടുപ്പം ഉണ്ടാവാണ്. അതായത് ഇത്രയും നാളും അമ്പലം വിഗ്രഹം എന്ന് കണ്ട അവർക്ക് കൃഷ്ണനോട് അടുപ്പം തോന്നുന്നു. കൃഷ്ണൻ അവരുടെ സ്വന്തമായി മാറുന്ന രീതിയിലുള്ള ഭക്തി കാണിച്ചു കൊടുക്കാണ് മീര. ഇത് മീര പർപ്പസ്ഫുള്ളി കാണിച്ചു കൊടുക്കുന്നല്ല, ഇതാണ് മീരയുടെ സ്വഭാവമാണ്. മീര ഈ രീതിയിലാണ് ഭക്തി ചെയ്യുന്നത്. ഇതൊക്കെ പഠിപ്പിക്കണം അങ്ങനെയല്ല, അങ്ങനെ ഓട്ടോമാറ്റിക്കായി മീര ചെയ്യുന്നു. ഇതൊക്കെ കണ്ട അത്ഭുതം. അവർക്കും മീരയുടെ പോലെ ഭക്തി ചെയ്യാനും കീർത്തനം പാടാനും ഭജനയിലൊക്കെ അവർ സന്തോഷിക്കുകയാണ്. മീര പാടുന്ന ഭജനയിൽ സന്തോഷിക്കുന്നു, കീർത്തനത്തിലും മീര ഒരുക്കുന്ന പൂക്കൾ കൊണ്ടുവരുന്നു അലങ്കരിക്കാൻ. നെയ്ദ്യം വെക്കുമ്പോ അത് നോക്കി നിൽക്കുന്നു, അങ്ങനെ സംസാരിക്കുന്നു. ഓ ഇന്ന് കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഇതാണല്ലേ ഗിരിധാരി നിന്റെ മുഖത്ത് ഇന്നൊരു കള്ളച്ചിരി, ഇന്ന് കുറെ കുട്ടികൾ വന്നിട്ടുണ്ട്, നിനക്ക് കളിക്കാൻ കുറെ ആൾക്കാരൊക്കെ ആയല്ലേ എന്നൊക്കെ മീര അവരോട് സംസാരിക്കുന്നു. അതായത് ഭഗവാൻ പ്രത്യക്ഷത്തിൽ അവിടെ നിന്ന് ഇവരോട് സംസാരിക്കുന്നത് പോലെ മീര പെരുമാറാണ്. മീര സദാ ഹാപ്പിയാണ്. ഇവരിലും സന്തോഷം. ഇവർക്കും മനസ്സിലായി ഭഗവാൻ നമ്മൾ പറയുന്നത് കേൾക്കുന്നു, നമുക്ക് അടുത്തേക്ക് പോകാം, നമ്മളുടെ ഒരാളാണ് ഭഗവാൻ എന്ന് ഉള്ള തോന്നൽ മീരാബായി ഉണ്ടാക്കി കൊടുത്തു. ഇങ്ങനെ ഭക്തി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഇതൊക്കെ കാണുന്നുണ്ട് ഊദാബായും അവിടുത്തെ ജനങ്ങളും അവിടുത്തെ ആൾക്കാരൊക്കെ. ചിലവർക്കൊന്നും ഇത് പിടിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല, പ്രത്യേകിച്ച് ഊദാബായിക്ക്. കണ്ടില്ലേ ക്ഷേത്രം പണിത് ആൾക്കാരും ഭക്തി, നമുക്കും ഭക്തിയൊക്കെ ഉണ്ട് അമ്മയോട് ഊത പറയാ. ഇങ്ങനെയാണോ ക്ഷത്രാണികളുടെ ഭക്തി? ക്ഷത്രിയരൊക്കെ ഇങ്ങനെയാണോ ഭക്തി ചെയ്യാ? നമ്മൾ ഭക്തി ചെയ്യും, കാര്യങ്ങൾ ചെയ്യും, അല്ലാതെ എപ്പോഴും അമ്പലം ഭക്തി ഗതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ്
അമ്മ എന്നെ അവിടെ ബ്രെയിൻ വാഷ് ചെയ്യുന്നു, നമ്മുടെ ഭോജരാജ് ഇങ്ങനെയായി എന്നൊക്കെ പറഞ്ഞ് ആസ് യൂഷ്വൽ കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഭോജരാജ് ഇതൊന്നും മീരയുടെ ചെവിട്ടിലെത്തിക്കാണ്ട് നോക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയം ഇനി ഒരു വിഷമം വരാൻ പോവാണ്. അതായത് യുദ്ധവും കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുന്ന സമയത്ത് പുറത്തൊരു അറ്റാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഭോജരാജന് അതിൽ പരിക്ക് പറ്റുകയാണ്. അതായത് പരിക്ക് പറഞ്ഞാൽ വളരെ ഹാർഡായിട്ടുള്ള പരിക്ക് പറ്റുകയാണ്. ഇപ്പോ ഏതാണ്ട് 8-10 വർഷമായി അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് 10 വർഷത്തോളം കഴിഞ്ഞു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഭോജരാജന് വളരെ കഠിനമായിട്ടുള്ള പരിക്ക് പറ്റി. അങ്ങനെ ഭോജരാജന് പരിക്ക് പറ്റി കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. മീരയ്ക്ക് സഹിക്കില്ല, കാരണം മീരയുടെ സഖാണ്, മീരയുടെ മിത്രനാണ്, മീരയ്ക്ക് എല്ലാം പറയാനും അവരന്യോന്യം വളരെ നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നു. മീരയ്ക്ക് ഇതൊന്നും കണ്ട് സഹിക്കുന്നില്ല. മീര ഈ സഖാരുടെ അടുത്തേക്ക് പോവും. നോക്കുമ്പോ മേലൊക്കെ മുറിവ്, എണീക്കാൻ പോലും പറ്റുന്നില്ല, അവശ നിലയിലെത്തി. വൈദ്യന്മാരൊക്കെ വന്നു ചികിത്സ കാര്യങ്ങളൊക്കെ ചെയ്യാണ്. ആൻഡ് ഇനി മീര എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ? ഇനി മീര ശുശ്രൂഷ ചെയ്യാൻ പോവാണ് ഭോജരാജന്. ഇനി ഗിരിധാരിയുടെ സേവയൊക്കെ മീര മാറ്റിവെക്കും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ അത്. അതായത് ഇനി തൻ്റെ കടമ, ഡ്യൂട്ടി, സേവ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മീര. പക്ഷെ ഭോജരാജന് അത് കണ്ട് സഹിക്കില്ല. അതായത് മുറിവ് മരുന്ന് വെക്കുന്നതും ശുശ്രൂഷ ചെയ്യുന്നതും മുറിവ് കെട്ടുന്നതും ഭക്ഷണം കൊടുക്കുന്നതും എല്ലാം മീര ചെയ്യുന്നത്. ഭോജരാജ് പറയും, അവശതയാണെങ്കിൽ അവിടെ നിന്ന് ഇതൊന്നും ചെയ്യണ്ട, ഇതിന്റെ ആവശ്യമൊന്നുമില്ല, അവിടുത്തെ ഗിരിധാരി ഭക്തി ചെയ്താൽ മതി, എന്നെ ഒന്നും ശുശ്രൂഷിക്കണ്ട എന്ന് പറയുമ്പോൾ മീര പറയും, ഇതാണ് എൻ്റെ സേവ, ഇതാണ് എൻ്റെ ഡ്യൂട്ടി, ഇതാണ് എനിക്ക് ഗിരിധാരി തന്നിരിക്കുന്ന സേവ. ഗിരിധാരിനെ ഭക്തി ചെയ്യേണ്ടതല്ല എൻ്റെ ഡ്യൂട്ടി. ഇപ്പൊ അവിടത്തേക്ക് ശുശ്രൂഷ, അവിടുന്ന് ഇതാണ് എന്നോട് ഗിരിധാരി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഭോജരാജന് സഹിക്കില്ല, കാരണം മീരനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കണ്ടേ. പറയാം, അവിടുന്ന് ഇതൊന്നും ആലോചിക്കണ്ട, ഞാൻ ഇതെല്ലാം ചെയ്തു തരാം. അങ്ങനെ രാവും പകലും ഉറക്കമില്ലാതെ മീര ശുശ്രൂഷിക്കാണ് ഭോജരാജനെ. എങ്ങനെയാണോ ഒരു കുട്ടി നോക്കുന്നത് അതേപോലെ മീര ഭക്ഷണം കൊടുക്കുന്നു, മുറിവ് മാറ്റി കൊടുക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഭോജരാജന് സങ്കടം. ഇങ്ങനെ ദിവസങ്ങളോളം, അതായത് ക്ഷേത്രത്തിലെ ജോലി ഉത്തരവാദിത്തങ്ങളൊക്കെ തോഴിമാരെ ഏൽപ്പിക്കുന്നു. ഗിരിധാരിക്ക് ഈ വസ്ത്രം, ഗിരിധാരിക്ക് ഭക്ഷണം കൊടുക്കണം, ഗിരിധാരിക്ക് പൂ കൊണ്ട് അർച്ചന ചെയ്യണം, എല്ലാം തോഴിമാര് ചെയ്യുന്നു. അപ്പൊ ഭോജരാജ് പറയും, ഇനി പൊക്കോളൂ, വേണ്ട, ഇത് എന്റെ കടമയാ, ഇത് ഞാൻ ചെയ്യും. ഗിരിധാരിയുടെ കാര്യം എല്ലാം ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എവിടെ ഇരുന്നാലും ഗിരിധാരിനെ പ്രാർത്ഥിക്കാം, എനിക്ക് ഇവിടെ ഇരുന്നും കീർത്തനം ചെയ്യാം, ഭജന ചെയ്യാം, ഇവിടെ ഇരുന്നും പ്രാർത്ഥിക്കാം, എന്റെ മനസ്സിൽ ഗിരിധാരി എപ്പോഴും ഉണ്ട്. ഇപ്പൊ ഗിരിധാരി പറഞ്ഞു എന്നോട് ഇത് ചെയ്യാൻ. അതായത് മീരയുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഉറച്ചു കഴിഞ്ഞു. അവരല്ലേ ബ്രഹ്മത്തിൽ അലയിച്ചിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റിലാണ് മീര എത്തിയിരിക്കുന്നത്. മീര അതിൽ നിന്ന് വിട്ടും, അതായത് എന്ത് സർക്കംസ്റ്റൻസ് ലൈഫിൽ എന്ത് വന്നാലും എൻ്റെ ഭക്തിയിൽ ഞാൻ ഉറച്ചിരിക്കുന്നു. അതിൽ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ, അതായത് എന്ത് വന്നാലും അതൊക്കെ ഫേസ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഞാൻ ഭക്തി ചെയ്യും, എൻ്റെ കടമകളൊക്കെ ഞാൻ നിർവഹിക്കും, ഇതിലൊന്നും മാറ്റം വരുത്തില്ല. എൻ്റെ ഗിരിധാരി എന്ത് സങ്കല്പത്തിൽ എന്നെ കൊണ്ടുപോകുന്നു അതിൽ കൂടെ ഞാൻ പോവും. ഇങ്ങനെയുള്ളൊരു എന്താ പറയാ, കൺസിസ്റ്റന്റും അതായത് ഒരു ക്ലിയർ സ്റ്റേറ്റ് ആണ് ഭക്തി. വളരെ ക്ലാരിറ്റി ഉണ്ട് എങ്ങനെ ചെയ്യണം ഭക്തി എന്നുള്ളത്. ഒരു വിട്ടുവീഴ്ച അതിലൊന്നും ചെയ്യുന്നില്ല, സ്വന്തം ഉത്തരവാദിത്തത്തിലൊന്നും. പക്ഷെ ഭോജരാജന് വിഷമം. ആൻഡ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രാസപൂർണിമ എത്തി. എന്താ രാസപൂർണിമയുടെ പ്രത്യേകത? മീരയുടെ പിറന്നാളാണ് രാസപൂർണിമയുടെ അന്ന് പറയും ഭോജരാജ്, ഇന്ന് വേണ്ട, ഇന്ന് എന്തായാലും സേവ ചെയ്യണ്ട, ഇന്ന് അവിടത്തേക്ക് പൊക്കോളൂ, ഗിരിധാരിയുടെ അടുത്തേക്ക്, ഇന്ന് അവിടുത്തെ പിറന്നാളാ. അപ്പൊ പറയും സഖാ ഭോജരാജനോട് മീര പറയും, പിറന്നാളിന് ഇവിടെ സഖേനെ നോക്കണം എന്നാ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്, പിറന്നാളിന് അവിടത്തേക്ക് ശുശ്രൂഷയാണ് ഇന്ന് എന്റെ കടമ, ഞാൻ ഇവിടുന്ന് പോയില്ല പറയും. അങ്ങനെ ഭോജരാജ് കുറച്ച് റീകവർ ആവാൻ തുടങ്ങും. എന്നാലും ഫുള്ളി എയിൽമെന്റ്സ്, ബുദ്ധിമുട്ടുകളൊന്നും മാറിയിട്ടില്ല. എണീറ്റ് നടക്കാൻ തക്കവണ്ണമുള്ള ഒരു ഇതൊന്നും എത്തിയിട്ടില്ല. അങ്ങനെ ഭോജരാജ പറയും, അവിടുന്ന് എനിക്ക് രാസപൗർണിമയുടെ മഹത്വവും എന്താ ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരും, എനിക്കിതൊന്നും അറിയില്ല മീര. ഭഗവാൻ ഗോപികളെ രാത്രി ഭഗവാൻ ഓടക്കുഴൽ വായിക്കും. ശരത് പൗർണിമ ദിവസത്തില് ഗോപിയര് ലാസലീല ചെയ്യാൻ വേണ്ടി ഓടി വരുന്നു. അവരെല്ലാം ത്യജിച്ചിട്ടാണ് വരിക. രാത്രി എല്ലാം ഉപേക്ഷിച്ച് അവരേത് സ്ഥിതിയിലാണോ ഇരിക്കുന്നത് ആ സ്ഥിതിയിലാണ് ഈ ഗോപികൾ ഓടി വരുന്നത്. അവരൊന്നും ചിന്തിക്കില്ല ഓടുമ്പോ. അവർക്ക് ഫാമിലി, കുടുംബം അല്ലെങ്കിൽ അവരുടെ മക്കൾ, ഇതൊന്നും അവരെ ആലോചിക്കില്ല.
അവര് ഭഗവാന്റെ ഓടക്കുഴൽ നാദം കേൾക്കുന്ന പാടെ ഓടുന്നു. അർദ്ധരാത്രി ഭഗവാൻ ചോദിക്കും നിൽക്കാൻ, ഇങ്ങനെ വരാൻ പാടുമോ രാത്രി, ഇത് തെറ്റല്ലേ എന്നൊക്കെ ഭഗവാൻ ചോദിക്കും. ഭഗവാൻ ഒന്ന് ഉറപ്പിക്കുന്നതാണ് കേട്ടോ. കൃഷ്ണൻ ഗിരിധാരിയുടെ കളിയാണ് ഇതൊക്കെ. അവര് പക്ഷെ ഉറപ്പിച്ച് പറയും എനിക്ക് ഭഗവാനിലാണ് എത്തേണ്ടത് എന്നൊക്കെ പറഞ്ഞ് രാസലീല മഹത്വം ഒക്കെ പറഞ്ഞ് ഇതാണ് രാസലീല ചെയ്യും ഭഗവാന്റെ അടുത്ത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാണ്. ഭോജരാജ് കേട്ട് ആനന്ദിക്കുന്നു. മീര മീര ഒരു കീർത്തനം പാടൂ, ഇന്ന് മീരയുടെ പിറന്നാൾ കൂടിയല്ലേ, ഇന്ന് രാസപൗർണമിയല്ലേ, ഒരു കീർത്തനം. അങ്ങനെ ഭോജരാജിന് വേണ്ടി മീര ഒരു കീർത്തനം പാടിക്കൊടുക്കാണ്. കീർത്തനം പാടാൻ തുടങ്ങുന്ന മീര കാണുമ്പോ പൂർണ്ണചന്ദ്രൻ പെട്ടെന്ന് വൃന്ദാവനത്തിലെ ഭാവാവേശത്തിലേക്ക് എത്താണ് മീര. പെട്ടെന്ന് നിലാവും കാറ്റും എല്ലാം കാണുമ്പോൾ മീരയ്ക്ക് മനസ്സിലാവാണ്, ഞാൻ വൃന്ദാവനത്തിലുള്ള ഭാവത്തിലേക്ക് എത്തി, കീർത്തനം ഭജനയൊക്കെ ചെയ്ത്. അങ്ങനെ എത്തുന്ന സമയത്ത് മീര പാടിക്കൊണ്ടിരിക്കുമ്പോ, ഇപ്പൊ ഇവരുടെ ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഇവരുടെ മുറി പറഞ്ഞ 7 നിലയുടെ മുകളിലാണ്. പാടി 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 ബാൽക്കണിയുടെ അടുത്ത് എത്തി നമ്മളുടെ മീര. എല്ലാം മറക്കുന്നു. ഗിരിധാരി എന്ന് നാമം ഉച്ചരിക്കുമ്പോൾ, ശബ്ദം ഉച്ചരിക്കുമ്പോൾ, പാടുമ്പോൾ മീര ഒന്നും ആലോചിക്കില്ല. മീര സദാ അതിൽ ലയിച്ചിരുന്ന് പാടുക. കീർത്തനം ജപിച്ചിരിക്കുന്ന മീര പാടി ബാൽക്കണിയുടെ അടുത്ത് എത്താൻ തുടങ്ങി. ഇനി ഒരു സ്റ്റെപ്പും കൂടി വെച്ചാൽ ആ സ്റ്റേഴ്സ് നിന്ന് മീര താഴത്തേക്ക് വീഴാണ്. ഭോജരാജ് അലറി വിളിക്കുക, ഏ ഗിരിധാരി സഖി, ഏ മീര, ഏ മേടുത്ത, എന്തൊക്കെ വിളിക്കുന്നു. മീര കേൾക്കുന്നില്ല. മീര 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 എന്ന് വിളിക്കുന്നുണ്ട്. ഗിരിധാരി സഖി, അവിടുത്തെ പത്നി ഗിരിധാരിയുടെ എന്നൊക്കെ പറയുന്നുണ്ട്. മീര ഭഗവാന്റെ അടുത്ത് വൃന്ദാവനത്തിലാണ് ഇപ്പൊ. എന്ത് പറഞ്ഞിട്ടും മീര കേൾക്കുന്നില്ല. ഭോജരാജിന്റെ സങ്കടം സഹിക്കാൻ വയ്യ. ഭോജരാജ് എങ്ങനെയൊക്കെയോ ബുദ്ധിമുട്ടി എണീക്കാണ്. ആ കിടക്കയിൽ നിന്ന് എണീറ്റ് ഓടുന്നു. അതായത് വയ്യെങ്കിലും ഈ മീരനെ രക്ഷിക്കുക. ഫസ്റ്റ് ഇതിന്റെ പുറത്ത് കയറി വീഴാൻ വേണ്ടി പോവാണ് മീര. വേഗം ഭോജരാജ് മീരനെ എടുത്ത് പിടിച്ച് ഇങ്ങോട്ട് മാറ്റാണ്. അതായത് കൈകൊണ്ട് പൊക്കിയെടുത്ത് മീരനെ ഇപ്പുറത്തേക്ക് ഇടുന്നു. കൈകൊണ്ട് പൊക്കിയെടുത്ത് ഇങ്ങോട്ട് മാറ്റി മീരനെ. അപ്പോഴാണ് മീര പെട്ടെന്ന് നോക്കുമ്പോ, അയ്യോ ഞാൻ എവിടെയാ എന്താണെന്നൊക്കെ മനസ്സിലാവുന്നത്. അപ്പോ ഭോജരാജ് ചോദിക്കും, എത്ര തവണ ഞാൻ വിളിച്ചു, മീര അവിടുന്ന് വീഴില്ലേ താഴത്തേക്ക്, അവിടുത്തെ ശരീരം ത്യജിക്കാനാണോ ഇതൊക്കെ ചെയ്യുന്നത്, ഞാൻ എത്ര പ്രാവശ്യമാണ് വിളിച്ചത്, എന്താ ശ്രദ്ധിക്കാതിരുന്നത് എന്നൊക്കെ ഭോജരാജ് ചോദിക്കും. പക്ഷെ മീര പറയും, ഞാൻ എന്തിനാ അവിടുത്തെ, അതായത് മീര വീഴാൻ പോകുന്നു, മീരയ്ക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള വിഷമമുണ്ട്. ഭോജരാജിന് തന്റെ പ്രതിജ്ഞ ലംഘിച്ചു എന്നുള്ള വിഷമമുണ്ട്. അതായത് ഭോജരാജ് സത്യം ചെയ്തിരുന്നു, ഞാൻ ഈ മീരയുടെ ശരീരത്തിൽ തൊടില്ല എന്നുള്ളത്. ആൻഡ് പ്രതിജ്ഞ ലംഘിച്ചു. മനസ്സിലാക്കുക, ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ്. നമ്മൾക്ക് അറിയാം ശ്രീരാമസ്വാമി എങ്ങനെയാണ്, മര്യാദ പുരുഷോത്തമൻ അല്ലെ, ധർമ്മം വിട്ട് കളിക്കില്ല ഭഗവാൻ. കൃഷ്ണൻ അങ്ങനെയല്ല. കൃഷ്ണനെ നമുക്കറിയാം, കൃഷ്ണൻ ഏത് മാർഗം എന്തായാലും ലക്ഷ്യം, ഇതാണ് കൃഷ്ണന്റെ വേ. കൃഷ്ണൻ കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാം, കാരണം കൃഷ്ണൻ ഫോക്കസ് ലക്ഷ്യത്തിലേ ഇതാക്കുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ധർമ്മം വിട്ട് ഒരു കളിയില്ല രാമൻ. അപ്പൊ ഈ രാമനെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ആളാണ് നമ്മുടെ ഭോജരാജ്. അയ്യോ ഞാൻ പ്രതിജ്ഞ ലംഘിച്ചു, ഈ ഒറ്റ വാക്കിൽ പിടിച്ചിരിക്കുകയാണ് ഭോജരാജ് മനസ്സുകൊണ്ട് തളർന്നു കഴിഞ്ഞു. അതായത് മീരാബായി പറയുന്നു, അവിടത്തേക്ക് ക്ഷമ ചോദിക്കരുത്, അവിടുത്തെ എത്രയോ ഉയർന്ന തരത്തിലുള്ള ഭക്തയാണ്, ഞാനാണ് തെറ്റ് പ്രവർത്തിച്ചത് അവിടത്തേക്ക്, ഞാൻ അവിടുത്തെ ശരീരത്തെ തൊട്ടുക, അവിടുന്ന് രക്ഷിക്കാൻ ചെയ്തതല്ലേ എന്ന് മീര പറയുന്നുണ്ട്. എന്നെ രക്ഷിച്ചതല്ലേ, അങ്ങനെയല്ല മീര, ഞാൻ ചെയ്തത് തെറ്റാ സഖ, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് മീരോട് ആവർത്തിച്ച് പറയാണ്. മീര പറയും, അവിടുന്ന് തെറ്റല്ല ചെയ്തത്, അവിടുന്ന് എന്നെ രക്ഷിച്ചതാണ്, അല്ല ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ തെറ്റ് ചെയ്തു. അതായത് മനസ്സ് തളർന്നു ഭോജരാജിന്റെ. ഈ കുറ്റബോധം ഉള്ളിൽ വന്നു. നമുക്കൊരു ഗിൽട്ടി ഫീലിംഗ് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ആ ഗിൽട്ടി ഫീലിംഗ് മാറുന്നത് വരെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇത് പോവില്ല. അതായത് നമ്മുടെ ഉള്ളിൽ നിന്ന് അത് മാറണം. എനിക്ക് ആ തെറ്റ് ചെയ്തു എന്നുള്ള ഒരു തോന്നൽ ഉള്ളിൽ നിന്ന് പോണം. അല്ലാത്ത പക്ഷം അത് നമ്മളിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഭോജരാജിന്റെ ഉള്ളിൽ നിന്ന് അത് പോവില്ല. കാരണം ഭോജരാജ് ധർമ്മിഷ്ഠനാണ്. തെറ്റ് ചെയ്തു, പ്രതിജ്ഞ ലംഘിച്ചു, മനസ്സ് തളർന്നു, ശരീരം വീണ്ടും തളരാൻ തുടങ്ങി അല്ലെ. അതായത് നമുക്കറിയാം, നമ്മുടെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ശരീരത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് മനസ്സാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, മനസ്സ് ആരോഗ്യമായിട്ടിരിക്കുമ്പോഴാണ് ശരീരം ആരോഗ്യമായിട്ടിരിക്കുക. മനസ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം താങ്ങില്ല. നമ്മുടെ ബോഡി എന്ന് പറയുന്നത്
ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്മുടെ തോട്ട്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക. നമ്മുടെ ചിന്തകളെയും ചിന്തകൾ എങ്ങനെയാ പോകുന്നത് അതനുസരിച്ച് വാട്ട് യു തിങ്ക് വാട്ട് യു ബിക്കം, അല്ലെ? നമ്മൾ എന്ത് ചിന്തിക്കുന്നു നമ്മൾ അതായി തീരും. ഒരു കഥ ഞാൻ പണ്ട് ഒരു എക്സാമ്പിൾ കേട്ടിട്ടുണ്ട്. അതായത് ഒരു അമ്മയും മകളും കൂടി ഒരു കല്യാണ സദ്യക്ക് പോയി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പൊ ആ മകള് ചോദിക്കാണ്, അമ്മ അത് എല്ലാം കഴിച്ചോ? ആ പായസം കുടിച്ചോ? അയ്യോ അത് കുടിക്കണ്ടായിരുന്നു. എന്തോ മകള് പറയാൻ വരിക, കുടിച്ചു കഴിഞ്ഞോ? അതായത് അമ്മയുടെ വിചാരം അതിനകത്ത് എന്താ. അപ്പൊ തൊട്ടടുത്തുള്ള ആൾക്കാര് പറയണ്ട, അവിടെ എന്തോ പായസത്തിൽ എന്തൊക്കെയോ വീണു എന്നൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ പറയാം. അമ്മ അത് കുടിച്ചോ എന്ന് അമ്മ ചോദിച്ചു. അതിലെന്തോ വീണു എന്നും കേട്ടു. അമ്മ ഛർദ്ദിക്കാൻ തുടങ്ങി. അതായത് മോള് ചോദിച്ചത് അമ്മ അത് കുടിച്ചു കഴിഞ്ഞു എന്ന് ചോദിച്ചു. ഞാൻ ഇനിയും വേണമെങ്കിൽ അമ്മയ്ക്ക് തരാന്നാണ് മോള് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ബാക്കി വെക്കണം എന്നൊക്കെയാണ് മോൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അമ്മ വിചാരിച്ചു ഇതിനകത്ത് എന്തോ വീണിട്ടുണ്ട്, അത് ഞാൻ കഴിച്ചു, അത് അപകടമായി. അമ്മ അവിടെ മാറി നിന്ന് ഛർദ്ദിക്കാൻ തുടങ്ങി, വോമിറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് ആക്ച്വലി അതിലൊന്നും വീണിട്ടില്ല. അമ്മയുടെ ചിന്ത അതിനകത്ത് എന്തോ വീണു, അപ്പൊ തന്നെ വോമിറ്റ് ചെയ്യാൻ വന്നു. അതെങ്ങനെയാ? അതിനകത്ത് ഒന്നും വീണിട്ടില്ലെങ്കിൽ എങ്ങനെയാ നമുക്ക് വോമിറ്റ് ചെയ്യാൻ വരിക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് വെറുതെ. അതിനകത്ത് ഒന്നും വീണിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാ ഛർദ്ദിക്കാതെ? മനസ്സിന്റെ പവറാണത്. നമ്മുടെ ചിന്തയ്ക്ക് അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും നമ്മുടെ ബോഡീനെ. നമുക്ക് തലവേദന വരും. തലവേദന ഇന്ന് വൈകിട്ട് എന്തായാലും ഉണ്ടാവും. പുറത്തു പോയി ഇന്ന് വെയിൽ കൊണ്ട തലവേദന എടുക്കും പറഞ്ഞാൽ തലവേദന എടുത്തിരിക്കും. ബിക്കോസ് നമ്മളത് പറഞ്ഞു കൊടുക്കുക നമ്മുടെ മനസ്സിന്. ഇതേപോലെ നമ്മുടെ മനസ്സ് ഇതേപോലെ നമുക്ക് സ്ട്രെസ്സും ടെൻഷനും വിഷമങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡീനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും. പ്രൊലോങ്ഡ് സ്ട്രെസ്, കൂടുതലായിട്ട് സ്ട്രെസ് വരുന്നതാണ് പല ടോക്സിൻസ് ആയിട്ട് അടിഞ്ഞുകൂടി വലിയ വലിയ അസുഖങ്ങളായിട്ട് വരിക. അതായത് കറക്റ്റ് റുട്ടീൻ കാര്യങ്ങളും എക്സസൈസ് ഒക്കെ ചെയ്യുന്നു, എല്ലാ ഫുഡൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരാൾക്ക് ടെൻഷൻ സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അവന് അസുഖം വരുത്താൻ എന്തൊക്കെ എക്സസൈസ് ചെയ്താലും എന്തെല്ലാം ഡയറ്റ് ചെയ്താലും കാര്യമില്ല. നമ്മുടെ മനസ്സിൽ സന്തോഷമായിട്ട് വെക്കണം. മനസ്സ് ആക്കി വെക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ മനസ്സിന്റെ സന്തോഷം ഇല്ലാത്ത എല്ലാ കാര്യങ്ങളും വിട്ടോളൂ. മനസ്സ് ആരോഗ്യമായിട്ടിരുന്നാലേ നമ്മുടെ ബോഡി ആരോഗ്യമായിട്ട് ഇരിക്കുള്ളൂ. നിങ്ങളെ എന്താണ് ദുഃഖിപ്പിക്കുന്ന മനസ്സ്, അതൊന്നും നമ്മൾക്ക് വേണ്ട. നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നതായിട്ടുള്ള ഒരു വിഷയങ്ങളും അതെല്ലാം നമ്മൾ അകറ്റി നിർത്തണം ലൈഫില്. ബിക്കോസ് നമുക്ക് ആരോഗ്യം ഉണ്ടാവണം. ആരോഗ്യം ഉണ്ടായാലല്ലേ നമുക്ക് ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് ഞാൻ കഥ പോലും പറയാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യണമെങ്കിലും കേൾക്കണമെങ്കിലും എല്ലാത്തിനും ഈ ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റാ. ഇവിടെ ഭോജരാജ് എന്തായി, എനിക്കിനി ജീവിക്കണ്ട, അത് ഉറപ്പിച്ചു കഴിഞ്ഞു മനസ്സിൽ. ഇത്രയും പറഞ്ഞത് അതിന് വേണ്ടിയിട്ടാ. എനിക്കിനി ജീവിക്കണ്ടെന്ന് ഉറച്ചു മനസ്സിൽ. ജീവിക്കണ്ടെന്ന് മനസ്സിൽ ഉറപ്പിച്ചാൽ ജീവിക്കില്ല. ശരീരം തളരും. കാരണം മനസ്സിന് ഉറപ്പില്ല, മനസ്സ് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞു ജീവിക്കണ്ടെന്ന്. വൈദ്യനെ വിളിപ്പിക്കാണ്. വൈദ്യൻ എല്ലാം നോക്കി, പക്ഷെ വൈദ്യന് കാര്യം മനസ്സിലായി. മനസ്സിൽ എന്തോ ദുഃഖം തട്ടിയിട്ടുണ്ട്, ഇത് മരുന്ന് ബലിക്കില്ല എത്ര മരുന്ന് കൊടുത്താലും. അപ്പൊ പറഞ്ഞു അത് മാറാതെ കണ്ട് രാജാവിന്റെ മനസ്സിൽ എന്തൊക്കെയോ വിഷമങ്ങളുണ്ട്, മനസ്സിന് എന്തോ തട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. മരുന്ന് കഴിക്കാൻ കൂട്ടാക്കാതെയായി, ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കാതെയായി. ഓരോ ദിവസം ചെല്ലുമ്പോഴും ഭോജരാജ അവശതയിലേക്ക് പോയി തുടങ്ങി. അതായത് ഭോജരാജിന്റെ ശരീരം തളരാൻ തുടങ്ങി. അതായത് ശരീരം വിടാനുള്ള അവസ്ഥയിൽ ഭോജരാജ് എത്തി. ഭോജരാജ് പറയുന്നു, അനിയനെ ഒന്ന് വിളിക്കണം, അനിയനെ എനിക്കൊന്ന് കാണണം എന്ന് പറയാണ്. മീരയ്ക്ക് വിഷമമാവുന്നുണ്ട് ഭോജരാജിന്റെ അവസ്ഥ. മീര നിർബന്ധിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കും, മരുന്ന് കഴിക്കും. ഭോജരാജിനെ നീ ശരീരം വിടണം. ആൻഡ് അനിയനെ വിളിക്കുന്നു. അനിയനോട് പറയാണ് എന്റെ ശരീരത്തിന് എന്തെങ്കിലും. അപ്പൊ അനിയൻ പറയും അങ്ങനെ പറയരുത്, അവിടുന്ന് ഒന്നുമില്ല, അവിടുന്ന് മരിക്കേണ്ട പ്രായാണോ, അവിടുന്ന് അങ്ങനെയൊന്നും പറയരുത്. അപ്പൊ പറയും അങ്ങനെ ആയാൽ മീര ഇവിടെ ദുഃഖിക്കാൻ പാടില്ല, മീരയ്ക്ക് ഒരു ദുഃഖവും ഇവിടെ ഉണ്ടാവാൻ പാടില്ല, ആരും മീരേനെ സങ്കടപ്പെടുത്താതെ നീ നോക്കണം എന്നുള്ള ഉറപ്പ് വരുത്തും. ആൻഡ് ഇതൊക്കെ കേൾക്കുമ്പോൾ മീരയ്ക്ക് സഹിക്കില്ല. കാരണം മീരയുടെ ദൂതാറാവു കഴിഞ്ഞ് മീരയോട് എത്രയും സ്നേഹം കാണിച്ച സഖിയാണ്. ഇവൻ അമ്മയോട് പോലും മീര അച്ഛനോടോ അമ്മയോടോ പോലും ഇത്രയും തുറന്ന് മീര സംസാരിച്ചിട്ടില്ല. അത്രയും അടുപ്പായിരുന്നു മീരയ്ക്ക് ഭോജരാജായിട്ട്. ഭഗവാൻ മീരയ്ക്ക് കൊണ്ടുകൊടുത്ത ഒരു സഖായിരുന്നു ഭോജരാജ്. പക്ഷെ പാവം എന്ത് ചെയ്യാം, ശരീരം ത്യജിക്കേണ്ട ആ സിറ്റുവേഷൻ എത്തി. അങ്ങനെ മീര പറയും ഒരു കാര്യം ചെയ്യാം. ഭോജരാജ് പറയും എനിക്കൊരു ആഗ്രഹമുണ്ട് മീര,
അപ്പൊ മീര കരഞ്ഞുകൊണ്ട് ചോദിക്കുക, എന്താ അവിടെന്ന് പറയൂ. മീര തലയെടുത്ത് മടിയിൽ വെച്ചിരിക്കുക. ഭോജരാജ് സമ്മതിക്കില്ല. എന്നാലും പറയും, അവിടുന്ന് ഞാനല്ലേ അവിടുന്ന് ശുശ്രൂഷിക്കുന്നത്, അവിടുന്നല്ലേ പ്രതിജ്ഞ ചെയ്തത്, ഞാൻ പ്രതിജ്ഞ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും പറയാൻ പറയും. എനിക്ക് ഭഗവാനെ ഒന്ന് നേരിട്ട് കാണണം. അതായത് ഇത്രയും നാളും നമുക്ക് അതിലൊന്ന് ആലോചിച്ച് നോക്കുക. എനിക്ക് ഈ പോർഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് നിങ്ങൾ പ്ലെയിൻ ആയിട്ടൊന്ന് തിങ്ക് ചെയ്യുക. നമ്മളിങ്ങനെ ഭഗവാന്റെ കാര്യം പറഞ്ഞിരിക്കുന്നു, നമുക്ക് ആഗ്രഹം തോന്നില്ല ഇങ്ങനെ കാണണം. ഈ കൃഷ്ണനെ കുറിച്ച് ഇങ്ങനെ എപ്പോഴും നമ്മൾ പറയാ, കൃഷ്ണനെ കുറിച്ച് കേൾക്കുന്നു, നമുക്കും കാണണമെന്നില്ല. അങ്ങനെ ആഗ്രഹിക്കണം കേട്ടോ നമ്മള്. കൃഷ്ണനെ കാണണം, കൃഷ്ണനെ കേൾക്കണം, ശബ്ദം, കൃഷ്ണന്റെ കൂടെ നൃത്തം ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കണം. എന്താ ആഗ്രഹിക്കുന്നുണ്ട്? നമ്മളുടെ മോഹല്ലേ, നമ്മുടെ ആത്മാവിന്റെ, നമ്മൾ ജനിച്ചത് എന്താ, നമ്മുടെ ലൈഫിന്റെ പർപ്പസ് എന്താ? പല പല ശരീരങ്ങൾ എടുക്കും അല്ലെ, പല പല മക്കളും അമ്മമാരുടെയും പല പല ലൈഫിൽ കൂടെ ഒക്കെ നമ്മൾ കടന്നുപോയി. ആ പരംപതി, നമ്മളുടെ ശരിക്കുള്ള പിതാവാരാ, ശരിക്കുള്ള പതി ആരാ? ഭഗവാനല്ലേ. ഭഗവാന്റെ അടുത്തല്ലേ നമ്മൾ എത്തേണ്ടത്. ആ ഭഗവാനെ ഒന്ന് കാണണ്ടേ, കേൾക്കണ്ടേ. ഇതൊരു സിൻസിയർ ആയിട്ടുള്ള ആഗ്രഹമാണ്. അങ്ങനെ സിൻസിയർ ആയിട്ട് ഒരു ആത്മാവ് ആഗ്രഹിക്കുകയാണ് ഭഗവാനെ കാണണമെങ്കിൽ ഭഗവാനെ കാണിച്ചു കൊടുക്കും. ഇവിടെ മീരോട് ചോദിക്കുക, എനിക്ക് ഭഗവാനെ ഒന്ന് കാണിച്ചു തരണം, അവിടുന്ന് എന്നെ സഹായിക്കണം, ഒന്ന് ഭഗവാന്റെ പ്രത്യക്ഷ ദർശനം എനിക്ക് വേണം. മീര പറയും, എന്നെ കൊണ്ട് ഭഗവാനെ കാണിച്ചു തരാൻ മാത്രമുള്ള യോഗ്യത ഞാൻ നേടിയിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെ ഗിരിധാരിയോട് പറയും, എൻ്റെ സഖയ്ക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ആ ആത്മാവ് സിൻസിയർ, ആത്മാർത്ഥമായിട്ടാണ് ആഗ്രഹിക്കുന്നത് അവിടുത്തെ കാണണമെന്ന്. അവിടുന്ന് ഈ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കും. അല്ലാതെ എന്നെ കൊണ്ട്, അതായത് മീര ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങനത്തെ അഹംഭാവം ഒന്നും മീര പറയില്ല. ഞാൻ പറയും. അങ്ങനെ മീര പ്രാർത്ഥിക്കാണ്, എൻ്റെ സഖ ഗിരിധാരി അവിടുന്ന് കാണണമെന്ന് മോഹിക്കുന്നു എന്ന് പറഞ്ഞ് കീർത്തനം പാടാണ്. മനസ്സ് പൊട്ടി നെഞ്ച് പൊട്ടിയാണ് മീര കീർത്തനം പാടുന്നത്. ആർക്ക് വേണ്ടിയിട്ടാ? ഭോജരാജിന് വേണ്ടിയിട്ട്. കീർത്തനം സ്വയം മറന്ന് ലയിച്ച് പാടുകയാണ് മീര. ഏ ഗിരിധാരി എൻ്റെ സഖയ്ക്ക് ഇങ്ങനെ കാണണം എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ ദർശനം കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞ് കീർത്തനം ഗിരിധാരി പറഞ്ഞ് പാടുമ്പോ പെട്ടെന്ന് ആ കസ്തൂരി തിലകത്തിന്റെ വാസന, കസ്തൂരി ഗന്ധം, ചന്ദനം, തുളസി ഗന്ധം, കാറ്റ് ചെറുതായി വീശുന്നു. നല്ല വെളിച്ചം, നല്ല ജ്വലിക്കുന്ന പ്രകാശം വരുന്നു. ഭഗവാന്റെ ആ ഗന്ധം ആർക്കും കൂടി അനുഭവപ്പെടുന്നു. ഭോജരാജന് ദിവ്യ തേജസ്സിൽ ആര് വരുന്നു? ഭോജരാജ് കാണുകയാണ് ഭഗവാനെ. പത്മനയനങ്ങളും പാദങ്ങളും നീണ്ട മൂക്കും വിടർന്ന വക്ഷസ്ഥലവും ചുരുൾമുടിയും പീതാംബരവും ഞൊറിഞ്ഞ പട്ടും വനമാലിയും കേശത്തില് മയിൽപീലിയും മകരകുണ്ടലങ്ങളും തോൾവളകളും മാലകളും എല്ലാം ഇട്ട് ത്രിഭംഗരൂപത്തിൽ കാലിങ്ങനെ ഇങ്ങനെ കോർത്തിണക്കി ഭഗവാൻ എങ്ങനെയാ ക്രോസ് ആയിട്ട് നിക്കത്തില്ലേ കാല്, അങ്ങനെ ത്രിഭംഗരൂപത്തിൽ ഓടക്കുഴൽ നാദം പൊഴിച്ചുകൊണ്ട് ഭഗവാൻ മീര പാടുന്ന കീർത്തനത്തിന് അനുയോജ്യമായ ഓടക്കുഴൽ വിളിച്ചുകൊണ്ടാണ് ഭഗവാൻ വരുന്നത്. കാരണം മീരയ്ക്ക് ചേർന്ന്, കാരണം ഇങ്ങനെ ഒരു ദർശനാണ് ഭോജരാജന് യോഗ്യതയുണ്ട്. കാരണം അത്ര ശുദ്ധമായിട്ടുള്ള ഒരു ആത്മാവ്, പരിശുദ്ധ പ്രേമമുള്ള ആത്മാവ് ഭഗവാനോട്. തൻ്റെ പത്നീനെ ഗുരുതുല്യമായിട്ടാണ് ഭോജരാജ് കണ്ടത്. ഭോജരാജ് ഏത് സ്ഥാനത്താണെന്നറിയോ മീരേനെ കാണുന്നത്? ഭോജരാജ് എന്തവസ്ഥയിലാണ് ഭഗവാനെ ധ്യാനിക്കുന്നത് അറിയോ? മീര പാടുമ്പോ മീരയുടെ തൃപ്പാദാണ് ഭോജരാജ് ധ്യാനിക്കുന്നത്. ഭോജരാജ് ഗിരിധാരി എന്ന് പറഞ്ഞ് മീരയുടെ പാദത്തിലേക്കാണ്. പല പ്രാവശ്യവും മീരയുടെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ടാണ് മനസ്സുകൊണ്ട് ഭോജരാജ് തന്റെ രാജ്യ കർത്തവ്യങ്ങൾക്ക് വേണ്ടി പോയിരുന്നത്. കാരണം മീര ഗുരുതുല്യായിരുന്നു ഭോജരാജന്. അത് പുറത്ത് പ്രകടിപ്പിക്കില്ല, കാരണം മീര സമ്മതിക്കില്ല. പക്ഷെ ഇപ്പോഴും അവസാന നിമിഷം പോലും ഭോജരാജ് കൃഷ്ണനെ അല്ല ധ്യാനിച്ചത്, മീരയുടെ തൃപ്പാദങ്ങളായിരുന്നു ധ്യാനിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ മീരയുടെ പാദം ധ്യാനിച്ച ഭോജരാജിന് കൃഷ്ണനെ പ്രത്യക്ഷ ദർശനം കിട്ടി. എങ്ങനെ കിട്ടി? ഭക്തയുടെ കാൽപാദം ധ്യാനിച്ചു. ഇതാണ് ഭക്തരുടെ കഥയുടെ, ഭക്തരുടെ മഹിമയുടെ സവിശേഷത. എന്തുകൊണ്ടാ ഭക്തർക്ക് ഇത്രയും സവിശേഷത? കാരണം ഇതാണ് ഭക്തിയുടെ സവിശേഷത. ഭക്തര് പറഞ്ഞ ഭഗവാൻ അത്രയും പ്രിയപ്പെട്ടവരാണ്. ഭഗവാന്റെ ഫേവറേറ്റ്, അറ്റ്മോസ്റ്റ് ഡിയർ ആയിട്ടുള്ള ആൾക്കാരാണ് ഭക്തര്. അവരെ ധ്യാനിക്കുന്നതും അവരെ കീർത്തിക്കുന്നതും അവരുടെ മഹിമ പറയുന്നതും ഭഗവാൻ അത്ര പ്രിയങ്കരാണ്. കൃഷ്ണനെ ചിന്തിച്ചില്ല, മീരയുടെ തൃപ്പാദത്തിൽ ലയിച്ച്
ധ്യാനിച്ചിരുന്നപ്പോ കൃഷ്ണദർശനം കിട്ടി. കൃഷ്ണനെ അപ്പൊ ഗിരിധാരി എന്ന് പറഞ്ഞ് കൈകൂപ്പി വിളിച്ചു. ഗിരിധാരി അവിടുന്ന് വരാൻ പറഞ്ഞു. പുത്രൻ അവിടുന്ന് ഇങ്ങോട്ട് ഭഗവാൻ വിളിക്കണം ഭോജരാജിനെ, വരൂ ഭോജരാജ് എന്ന് പറഞ്ഞ് ഭഗവാന്റെ അടുത്തേക്ക് ഭോജരാജ് പോവാണ്. അതായത് പ്രത്യക്ഷ കൃഷ്ണ ദർശനം മീര എന്നുള്ള ഒരു ഗോപി കാരണം കിട്ടി. അങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് ഭോജരാജ് പോയി. ശരീരം ത്യജിച്ചു. മീരയ്ക്ക് ദുഃഖമുണ്ട്, മീര ദുഃഖിക്കുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്. പക്ഷെ സദ്ഗതി കിട്ടി എന്റെ പതിക്ക് എന്നുള്ള സന്തോഷമുണ്ട്. മീര അങ്ങനെ ഒരു ലെവൽ ഓഫ് ഭക്തിയിലാണ് ഇരിക്കുക. മീര ഗിരിധാരിയോട് പറയാ, കൊണ്ടുപോയി എന്റെ സഖേനല്ലേ, അത്രയും ഉയർന്നതാണ് അല്ലെ, അത്രയും പരമം പരിശുദ്ധമായിട്ടുള്ള ഭക്തിയായിരുന്നു, അതല്ലേ നേരത്തെ ഭഗവാന്റെ അടുത്ത് കൊണ്ടുപോകാൻ പറ്റിയത്. നിനക്ക് എത്ര ഇഷ്ടമാണോ ഗിരിധാരി എന്റെ ഭോജരാജനെ എന്നൊക്കെ ചോദിച്ചു മീര. ആ ലെവൽ ഇതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല കേട്ടോ. ഇതൊന്നും നമ്മളെ കൊണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഭഗവാനോട് പ്രാർത്ഥിക്കാം. ആ ലെവൽ ഓഫ് ഭക്തിയാണ്, ഭക്തിയുടെ ഹയ്യസ്റ്റ് ഫോം ആണത്. ഓക്കെ, നമുക്ക് ഇവിടെ ജീവിക്കാൻ കുറെ നാൾ അവസരം കിട്ടണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുക. അയ്യോ, ഇത്രയും വലിയ ഭക്തിയായിട്ട് കണ്ടില്ലേ ഭർത്താവ്, ഭഗവാൻ. ഇതൊന്നും അല്ല, ഇതൊക്കെ ടിപ്പിക്കൽ മൈൻഡ് സെറ്റ്. ഇത്രയും വലിയ ഭക്തിയുടെ ലൈഫില് നടക്കുന്നത് നമുക്കറിയാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ നമ്മളായിട്ടുള്ള ഓർഡിനറി ആയിട്ടുള്ള നമ്മളെപ്പോലുള്ള ലൈഫില് നമ്മളെ ഉയർത്താൻ ഭഗവാൻ എന്തൊക്കെ ചെയ്യുമെന്ന് ആലോചിക്കുക. നമ്മളെ ഭക്തിയിൽ പക്വതപ്പെടുത്താൻ എന്തൊക്കെ ഭഗവാൻ ചെയ്യും. ഇവിടെ മീരാബായി അയ്യോ എന്റെ പതി പോയി എന്നുള്ള വിഷമല്ല, പതി ഭഗവാന്റെ അടുത്തേക്ക് ചേർന്നു, എവിടേക്കാണോ എത്തേണ്ടത് അവിടെ എത്തിക്കഴിഞ്ഞു, സദ്ഗതി കിട്ടി, വളരെ കൃത്യമായിട്ട് കിട്ടി എന്നുള്ള ആത്മസംതൃപ്തി ഉണ്ട്. ഈ ലെവലിലോട്ട് ഉയരാൻ പറ്റണം. കാരണം ഈ ശരീരത്തിന്റെ ലക്ഷ്യം അതാണ്, ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കലല്ല. എത്ര കാലം കൂടുതൽ ജീവിക്കുന്നു അതിൽ ക്രെഡിറ്റ് കിട്ടലല്ല നമ്മളുടെ ലൈഫിന്റെ ഗോൾ. ഓക്കെ, ഇവിടെ ജീവിക്കുന്നു, എത്ര കാലം നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നു, എത്ര ദീർഘായുസോടുകൂടി ജീവിക്കാൻ പറ്റുന്നു, അത്രയും ഇതൊന്നും അല്ല. ഇതൊക്കെ മാറ്റി ചിന്തിക്കും. ഭഗവാന്റെ എന്ന് വെച്ചിട്ട് പെട്ടെന്ന് മരിക്കുക, അതൊന്നും അല്ല. അത് കറക്റ്റ് വേവ് ലെങ്തില് മീരയ്ക്ക് അറിയാം ഭഗവാന്റെ അടുത്തേക്ക് എത്തേണ്ടതാണ് നമ്മളുടെ ജന്മത്തിന്റെ രഹസ്യം എന്നും, ഭഗവാൻ സദ്ഗതി കൊടുത്തതാണെന്നും നല്ല മരണം കൊടുത്താണെന്നും സഖാനെ കൂട്ടിക്കൊണ്ടു പോയതാണെന്നും എല്ലാം മീരയ്ക്ക് അറിയാം. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള പക്വത വരണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാം. എല്ലാവരും വിഷമിക്കാണ്, സങ്കടപ്പെടുകയാണ്. മീരയ്ക്ക് സങ്കടം ഉണ്ട്, പക്ഷെ മീര സന്തോഷിക്കാണ്. കാരണം എന്റെ ഗിരിധാരിയുടെ അടുത്തല്ലേ, എന്റെ ഗിരിധാരിയുടെ അടുത്ത്, ഗിരിധാരി അറിയാതെ എന്റെ ലൈഫിൽ ഒന്നും നടക്കില്ല. എന്റെ ജീവിതത്തിൽ എന്ത് നടക്കുന്നെങ്കിലും ഗിരിധാരിയുടെ ആശീർവാദത്തിലാണ്. ഞാൻ ഏത് സ്ഥിതിയിൽ ഇരിക്കുന്നു അത് ഗിരിധാരിയുടെ പ്ലാനാണ്. ഗിരിധാരി അറിയാണ്ട് ഇവിടെ ഒന്നുമില്ല. ഇതൊരു ഉയർന്ന തലം നമ്മൾ നമ്മുടെ ലൈഫിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ഭഗവാന്റെ ഭക്തരാണോ, ഭഗവാനിൽ സമർപ്പിച്ചിട്ടാണോ നമ്മളുടെ ജീവിതം ഇരിക്കുന്നത്? പിന്നെ പേടിക്കേണ്ട, എല്ലാം ഭഗവാൻ നോക്കുന്നുണ്ട്. നമ്മൾ ഈ ഇരിക്കുന്ന സ്ഥിതി ഭഗവാൻ നമ്മളെ വെച്ചിരിക്കുന്നതാണ്. ഇവിടെ എന്ത് നടക്കണം, ഭക്തി പറഞ്ഞാൽ ദുഃഖം വരാതിരിക്കലൊന്നും അല്ല കേട്ടോ. ഭക്തി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫിൽ ദുഃഖമേ ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഒരു കഷ്ടതയും ഉണ്ടാവില്ല, നിങ്ങളെ ഭയങ്കര സൂപ്പറായിട്ട് ഭഗവാൻ. ഇതൊന്നും അല്ല ഭക്തി. ഭക്തി പറഞ്ഞാൽ ദുഃഖം വന്നാലും ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഭഗവാൻ നമുക്ക് തരും. ദുഃഖം വരും, പക്ഷെ അതൊന്നും നമ്മള് തളർത്തില്ല, കരയും. നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ മീരയുടെ അത്രയുള്ള ഉയർന്ന ലെവൽ ഓഫ് ഭക്തിയിൽ എത്തിയിട്ടില്ല. പല പ്രതിസന്ധികളും നമുക്ക് താങ്ങാൻ പറ്റില്ല, നമ്മൾ വിഷമിക്കുമ്പോൾ നമ്മൾ വിഷമിച്ചുകൊണ്ടേയിരിക്കില്ല. ഭക്തി എന്നുള്ള ധൈര്യം നമുക്കുണ്ട്. ഭഗവത് കൃപ, അതായത് കൃഷ്ണന്റെ പ്രേമം, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുമ്പോൾ ഒരുപാട് നേരം കരഞ്ഞുകൊണ്ടൊന്നും ഇരിക്കാം. നമുക്ക് ഏത് പ്രതിസന്ധി വന്നാലും ചെയ്യാൻ പറ്റില്ല, കാരണം ഭഗവാൻ കൂടെയില്ലേ. ഭഗവാൻ കൂടെ ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസമുള്ളപ്പോ നമ്മളെ ഒന്നും തളർത്തില്ല, ഒരു പ്രതിസന്ധിയും തളർത്തില്ല. ഇവിടെ ഏത് അവസ്ഥയിലാണോ ഞാൻ ഇരിക്കുന്നത്, എന്റെ ഗിരിധാരിയുടെ നിശ്ചയം, ഗിരിധാരിയുടെ പ്ലാൻ, മീരയ്ക്ക് അത് ഉറച്ച് വളരെ നന്നായിട്ട് അറിയാം. അങ്ങനെ ശരീരം അവിടെ കിടത്താണ്. ക്രിയകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുമ്പോൾ മീര ഒരു മഞ്ഞപ്പട്ട് പുതപ്പിക്കുന്നു, അതിൽ ചന്ദനമൊക്കെ ഇട്ട് കൊടുക്കുന്നു, തുളസിമാലയൊക്കെ ഇട്ട് കൊടുക്കുന്നു. അതായത് ഇതൊക്കെ കണ്ട് ആശ്ചര്യപ്പെടാണ് ചുറ്റും നിൽക്കുന്ന ആൾക്കാര്. മീര, ഓ നീ ഗിരിധാരിയുടെ അടുത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് വളരെ സമചിത്തതയോടുകൂടി ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്യാണ്. എല്ലാ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. മീര ഏത് ലെവലുള്ള ഭക്തിയിൽ ഇരിക്കുന്ന ആളാണെന്ന് ആർക്കറിയാം? ഭോജരാജന്റെ ബ്രദറിനറിയാം. ഭോജരാജന്റെ ബ്രദറിന് ബഹുമാനാണ് മീരയോട്. ബാക്കി ആർക്കും മീരയോട് സ്നേഹമില്ല ഇപ്പൊ. കാരണം പറയാം,
അമ്മ ഇവിടെ വിഷമിക്കാണ്. അമ്മയോട് വിഷമിക്കണ്ട, അമ്മയ്ക്ക് സങ്കടം വരുന്നുണ്ട്, അമ്മയെ വിഷമിക്കരുത്, ഇത്രയും വലിയ നല്ല രാജകുമാരനാണ്, എല്ലാ സത്കാര്യങ്ങളും ചെയ്തു, ഒരു വേദനയില്ല, ഭഗവാന്റെ പ്രത്യക്ഷ ദർശനം വരെ കിട്ടി, അവിടുന്ന് ദുഃഖിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അമ്മേനെ സമാധാനിപ്പിക്കുമ്പോ അവിടുത്തെ സ്ത്രീജനങ്ങൾക്കായാലും മേടത്തേലുള്ള മേവാലുള്ളവർക്കായാലുള്ള ധൈര്യം ഇപ്പൊ മീരയാണ്. മീരയിൽ കൂടെ അവര് ധൈര്യം കിട്ടാണ്, മീര അവർക്ക് ധൈര്യം പകർന്നു കൊടുക്കുന്നു എന്നൊക്കെ ഉള്ളൊരു തോന്നലും ചിന്ത അവരുടെ ഉള്ളിൽ വന്നു. ഊതയ്ക്ക് ഇഷ്ടമല്ല ഇപ്പോഴും. ഇങ്ങനെ ഇരിക്കെ ഇനി സെക്കൻഡ് സ്റ്റെപ്പ്, ഊതയ്ക്ക് ഇവളെ ഒന്ന് എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്തണം എന്നുള്ള ചിന്ത ഇപ്പോഴും ഉണ്ട്. ഇങ്ങനെ പൊട്ടും പൂവും ഒക്കെ വെച്ച് നടക്കാൻ പാടൂ, ഇനി മേടത്തേനെ ഇങ്ങനെ കാണണ്ട, വേഗം ഇവളെ മാറ്റണം, ഇവളുടെ സിന്ദൂരവും അലങ്കാരവും കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കണം എന്നൊക്കെ പറയാണ്. അതായത് ഇനി അതിനുള്ള പുറപ്പാട്. അപ്പൊ മീര സമ്മതിക്കുവോ? മായാത്ത സിന്ദൂരവും പൊട്ടാത്ത വളകളും എന്താ നാശമില്ലാത്ത ഷോളും ദുപ്പട്ടയൊക്കെയാണ് മീര ഇട്ടിരിക്കുന്നത്. കാരണം മീരനെ കല്യാണം കഴിച്ചിരിക്കുന്നത് ആരാ? വിവാഹം ചെയ്തിരിക്കുന്നത് ഭഗവാനാണ്. പരംപതി ശ്രീപതിയായ കൃഷ്ണന്റെ ഭാര്യയുടെ സിന്ദൂരം ആർക്കെങ്കിലും മായ്ക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും ആ വളകൾ ഉടയ്ക്കാൻ പറ്റുമോ? ഭഗവാന്റെ പത്നിയാണ്. മീര പറയും എന്റെ പരംപതി ഭഗവാനാണ്, ഇതൊന്നും സാധ്യമല്ല പറയും. പക്ഷെ ആരും കേൾക്കില്ല. മീരനെ ബലമായിട്ട് ഇതൊക്കെ മായ്ക്കണം മീരനെ വേദനിപ്പിക്കാൻ ഊതയുടെ എല്ലാവരും കൊട്ടാരത്തിലുള്ളവര് ഊതാബായി ഒക്കെ ശ്രമിച്ച്. പക്ഷെ ഭോജരാജിന്റെ സഹോദരൻ വരും, പറയും ജ്യേഷ്ഠന് ഇതൊന്നും ഇഷ്ടമല്ല, എന്താണോ മേടിത്തനിയുടെ സന്തോഷം അതാണ് ജ്യേഷ്ഠന് ഇഷ്ടം, മീര സന്തോഷമായിട്ട് ഇരിക്കണം എന്നാണ് അവസാനമായിട്ട് എന്നോട് പറഞ്ഞത് ജ്യേഷ്ഠൻ. മീരാബായിനെ ദുഃഖിക്കാൻ പാടില്ല, മീരയ്ക്ക് ദുഃഖം വരുത്തരുന്ന ജ്യേഷ്ഠന് ഉറപ്പ് വരുത്തണം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ മീരനെ ദുഃഖിക്കുകയാണെങ്കിൽ ജ്യേഷ്ഠന്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല എന്ന് പറഞ്ഞ് ഈ സിറ്റുവേഷനിൽ നിന്നും ഭോജരാജന്റെ ബ്രദർ മീരനെ രക്ഷപ്പെടുത്തി. അതായത് ഇതൊന്നും ചെയ്യാൻ സമ്മതിച്ചില്ല. മീര പതിവ് പോലെ ഗിരിധാരിയുടെ അടുത്ത് പോയി. അവിടുന്ന് ഭോജരാജനെ ഇത്രയും ഇഷ്ടാണോ? അതാണോ ഇത്ര നേരത്തെ ഭോജരാജനെ വിളിച്ചത്? എന്നിട്ട് എനിക്കും പ്രതിസന്ധി വന്നു, പക്ഷെ രക്ഷപ്പെടുത്തി. ഭോജരാജന്റെ സഹോദരൻ വന്ന് എന്നെ രക്ഷപ്പെടുത്തി. ഈ പൊട്ട് എങ്ങനെയാ മായ ഗിരിധാരി? ഈ പൂവ് എങ്ങനെയാ പോവാ? ഈ വളകൾ എങ്ങനെയാ ഉടയാ? ഇത് അവിടുത്തെ അണിഞ്ഞതല്ലേ, അവിടുത്തെ പത്നിയല്ലേ ഞാൻ എന്നൊക്കെ പറഞ്ഞ് മീര സ്വയം സംതൃപ്തിയും അതായത് മീരയ്ക്ക് ധൈര്യമുണ്ട് ഉള്ളില്. കൃഷ്ണ പ്രേമ ഭക്തിയിൽ ഉറച്ചു നിൽക്കുന്ന മീരയ്ക്ക് പ്രതിസന്ധികളിലൊന്നും ദുഃഖമില്ല. കാരണം മീരയുടെ ലോകം വേറെയാ. മീര ഭക്തിയിൽ ഫോക്കസ്ഡ് ആണ്. പുറമേ നടക്കുന്ന ഒരു സർക്കംസ്റ്റൻസും മീരനെ എഫക്റ്റ് ചെയ്യില്ല. മീര അതിൽ ഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നു. ഇതൊക്കെ എങ്ങനെ വന്ന ആചാരങ്ങളാണെന്നും എനിക്കറിയില്ല കേട്ടോ. ഈ ഗുരു പറയുന്നുണ്ടായിരുന്നു, ഈ പൂവ് മാറ്റലും വള ഇതാക്കലും ഒക്കെ ഇങ്ങനെയൊക്കെ ഉള്ള കുറെ ചിലതൊക്കെ ആക്ച്വലി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഒരു കല്യാണത്തിന് മുന്നേയും സ്ത്രീകൾക്ക് പൂവും പൊട്ടും ഒക്കെ ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് നമുക്ക് വരുന്നത് സിന്ദൂരവും താലിയും അല്ലാണ്ട്. ഇത് എന്റെ വാക്കുകളല്ല, ഗുരുജി ഗോപാൽ, ഞാനും അതിൽ യോജിക്കുന്നു. ഗുരുജി ഗോപാൽ വല്ലിദാസർ ഗുരുജി പറയാണ്, ഇതെങ്ങനെയാണ് ഇങ്ങനെ മാരേജ് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ പൂ വെക്കാൻ പാടില്ല എന്നും ഒക്കെ പറയുന്നത്. അതിനു മുന്നേയും പൂ വെച്ചിരുന്നതല്ലേ നമ്മള്. ഇങ്ങനൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പൂ മാറ്റണം. ഇതൊക്കെ പിന്നീട് എന്തൊക്കെയോ കുറെ ഇതൊക്കെ വന്നിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ ഇവിടെ ഗിരിധാരിയുടെ പത്നി സ്വയം നമ്മൾ പരമ്പതിയായിട്ട് ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പൂ വെക്കാം, നമുക്ക് പൊട്ട് തൊടുന്നതിനും വളയിടുന്നതിനും. മീര ചോദിച്ചു, എന്റെ ഭഗവാനാണ് എനിക്ക് സിന്ദൂരം നെറുകയിൽ ചാർത്തിയത്. അങ്ങനെ മീരനെ ഇതൊന്നും ബാധിച്ചിട്ടില്ല. പക്ഷെ വിഷമമുണ്ട്, ദുഃഖമുണ്ട്. സഖ പോയല്ലോ, എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു ഭോജരാജ്. ആ ഭോജരാജ് പോയതിലുള്ള ഒരു ദുഃഖം മീരയ്ക്കുണ്ട്. ഇത് ആക്ച്വലി ഒരു വിഷമമുള്ള ഫേസ് ആണ്. ആക്ച്വലി എല്ലാം താങ്ങാനുള്ള ശക്തി മീരയ്ക്ക് ഉണ്ടെങ്കിലും ഭക്തി ചെയ്യുമെങ്കിലും ഭോജരാജ് എന്നുള്ളൊരു നല്ല മിത്രൻ മീരയുടെ അടുത്തുനിന്ന് പോയി. ഇപ്പൊ മീര ഒറ്റയ്ക്കാണ് കൊട്ടാരത്തിൽ, ആരും ഇല്ല മീരയ്ക്ക് ഫേവറബിൾ. ഈ ബ്രദർ, ഭോജരാജന്റെ ബ്രദർ അല്ലാതെ. കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ബ്രദറിനെയും കൊല്ലുകയാണ് കേട്ടോ. അതായത് ഇവര്, കാരണം ഇനി ബ്രദർ മാത്രല്ലേ ഉള്ളൂ, അച്ഛൻ മരിക്കും. ഒരു യുദ്ധം കാര്യങ്ങളൊക്കെ ആയിട്ട് അച്ഛൻ മരിക്കുകയാണ്. ഭോജരാജന്റെ ബ്രദറിനെ അപായപ്പെടുത്താണ്. ഇനി ഇവിടെ മീര മാത്രമായി. അതായത് പിന്നെ ഈ ഉദാബായും ബാക്കി ധർമ്മ പത്നികളും ഈ ഭോജരാജന്റെ സ്റ്റെപ്പ് മദേഴ്സ് ഉണ്ടല്ലോ ബാക്കി,
വേറെ ആരും ഇല്ല അവിടെ. അച്ഛന്റെ മറ്റ് പത്നിമാരും വിക്രം, ഇനി പുതിയൊരു അവതാരം വരാൻ പോവാണ്. അതായത് ഒരു പത്നിയുടെ മകള്, അതായത് മകൻ വിക്രം എന്നാണ് പേര്, ഊദാബായിയുടെ ബ്രദറായിട്ട് വരും. എങ്ങനെയാണ് ഊദാബായി, അതിന്റെ വേഴ്സ് കണ്ടീഷനാണ് വിക്രമിന്റെ സ്വഭാവം. ഊദാബായിയുടെ ട്രിപ്പിൾ വേഴ്സ് ആണ് വിക്രം. വിക്രമിന് മീരേനെ ഇഷ്ടമല്ല എന്ന് മാത്രം, സോറി, മീരേനെ എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്ന് മാത്രമല്ല, മീരയോട് തെറ്റായൊരു കണ്ണും കൂടി ഉണ്ട് വിക്രമിന്. തെറ്റായ രീതിയിലാണ് മീരേനെ കാണുന്നത് പോലും. ഊദയുടെ ലക്ഷ്യം എങ്ങനെയും കോർണറിലേക്ക് ആക്കുക, അതായത് എങ്ങനെയെങ്കിലും മീരനെ ഇവിടുന്ന് മാറ്റുക, അല്ലെങ്കിൽ മീര ആ കൊട്ടാരത്തിന്റെ ഒരു മൂലക്കയിലേക്ക് എങ്ങനെയെങ്കിലും ആക്കണം. ഇതാണ് ഇനി നിന്റെ ഭജന കീർത്തനങ്ങളൊന്നും ഇവിടെ കൊട്ടാരത്തിലേക്ക് വരാൻ പാടില്ല, പുറത്തെ ശബ്ദം കേൾക്കാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ ആയി. അങ്ങനെ ഊദാബായി ചെന്ന് പറയാണ്. ഇതാണ് ഇപ്പൊ കറന്റ് സ്റ്റേറ്റസ് കൊട്ടാരത്തിൽ. അതായത് ഭോജ്രാജ് മരിച്ചു, ഭോജ്രാജിന്റെ അച്ഛൻ മരിച്ചു, ആ ബ്രദർ ഉണ്ടായിരുന്നവ ഇവര് കൊന്നു, വിഷം എന്തൊക്കെയോ ചെയ്തിട്ട് ഇപ്പോ മീര ഒറ്റയ്ക്കാണ്, കൂടെയുള്ളവരൊന്നും സപ്പോർട്ടീവ് അല്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ ഊത പോയിട്ട് നമ്മളുടെ മീരനോട് പറയാണ്, മീരാബായിയുടെ അടുത്ത്, ഇനി നിന്റെ സാമർത്ഥ്യം ഒന്നും ഇവിടെ നടക്കില്ല. പാവം നമ്മുടെ മീരയ്ക്ക് എന്ത് സാമർത്ഥ്യം ഉള്ളത്, ഇനി നീ അഹങ്കരിക്കൊന്നും വേണ്ട, അതായത് ഇനി നിന്റെ ഭജനയും കീർത്തനങ്ങളും ഒന്നും ഇവിടെ വേണ്ട, അവിടെ ഒതുങ്ങി ഭക്ഷണം കഴിച്ചിരിക്കുക. അതല്ല കീർത്തനവും ഭജനയും പൂജയും അമ്പലമൊക്കെ ആയിട്ട് പോവാനാണെങ്കിൽ നീ കുറേ വേദനിക്കേണ്ടി വരും. കാരണം വിക്രമാണ് ഇനി ഇവിടുത്തെ റാണ വിക്രം. വിക്രം അറിയാലോ, നിന്നെ ഇതൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ഭോജ്രാജ് ഇരുന്നത് പോലെയോ സഹോദരൻ ഇരുന്നത് പോലെയോ ഒന്നും അല്ല, ഇവരെല്ലാം കാലഗതി വന്നു കഴിഞ്ഞു. ആദ്യമായിട്ട് ബ്യൂട്ടിഫുൾ ആണ്, മീര റിയാക്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. മീര പ്രതികരിക്കാൻ പോവാണ്. മീര പറയാണ്, അവിടുന്ന് പറഞ്ഞു ഭോജ്രാജ് കാലഗതി വന്നു, സഹോദരൻ കാലഗതി വന്നു എന്നൊക്കെ പറഞ്ഞു. അവിടുന്ന് ഞാൻ ഭജനയും കീർത്തനം ചെയ്യാൻ പാടില്ല എന്ന് പറയാനുള്ള അവകാശം അവിടത്തേക്കില്ല. കാരണം ഭജനയും കീർത്തനവും ചെയ്യുന്നത് ഞാനല്ല, അത് എന്റെ ചോയ്സും എന്റെ റൈറ്റുമാണ്, എന്റെ അവകാശമാണ്. അതെങ്ങനെയാ വിക്രമിന് കാലഗതി വരില്ല എന്ന് പറയുന്നത്? നമ്മൾക്ക് എല്ലാവർക്കും കാലഗതി വരും. നമ്മളുടെ ശരീരം എടുത്തിട്ടുണ്ടെങ്കിൽ ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട് നമ്മൾ എപ്പോ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നുള്ളത്. ഭഗവാൻ ഒരു പീരിയഡ് ടൈം തന്നിട്ടുണ്ട്, ആ പീരിയഡ് കഴിഞ്ഞാൽ നമ്മൾ ഈ ശരീരം വിട്ട് പോകേണ്ടി വരും. അല്ലാതെ ഭോജ്രാജും ബ്രദറും എല്ലാം കാലഗതി വന്നു, ഇപ്പൊ ഇരിക്കുന്ന സിംഹാസനത്തിൽ കാലഗതി വരാത്ത ഒരാളിരിക്കുക, ആ കാലഗതി വരാത്തത് എന്റെ ഭഗവാന് മാത്രം. ഇവരുടെയൊക്കെ കാലസ്വരൂപനായിരിക്കുന്നത് എന്റെ ഭഗവാനാണ്. ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് എന്റെ പതി പരംപതി ഗിരിധാരിയാണ്. ആ ഭഗവാനോട് ഭജന ചെയ്യാൻ പാടില്ല എന്നും ഭക്തി ചെയ്യാൻ പാടില്ല എന്നൊന്നും ഊദാബായി അവിടെ നിന്ന് പറയാൻ പറ്റില്ല എന്ന് പറയും. വളരെ സ്ട്രോങ് ആയിട്ടാണ് പറയുക. മീര ഇങ്ങനെ പറയും, നമുക്ക് അത്ഭുതം തോന്നും. മീരയുടെ ശബ്ദത്തിൽ ഗാംഭീര്യം വരാറില്ല, ഇങ്ങനെയൊന്നും മീര സംസാരിക്കാറില്ല. പക്ഷെ മീര സംസാരിച്ചു. ആരുടെ സങ്കല്പം? ഗിരിധാരിയുടെ സങ്കല്പം. ഗിരിധാരി പറഞ്ഞു സംസാരിച്ചേ പറ്റുള്ളൂ എന്ന്. ഗിരിധാരി പറഞ്ഞ മീര സംസാരിച്ചിരിക്കും. ഇത് കേട്ട് ഊത ആകെ അമ്പരന്ന് ഓടി. കുറച്ച് കൂട്ടിയും പറയും, ഇനി വിക്രമിന്റെ അടുത്ത് പോയി നീയും മരിക്കാൻ പോവാന്ന് പറഞ്ഞു. അതായത് പറഞ്ഞ രീതികളൊക്കെ മാറ്റി. അവൻ ഈ ജ്യേഷ്ഠൻ മരിച്ച പോലെ നീയും മരിക്കും, നീ ഇവിടെ അങ്ങനെ പറഞ്ഞു. അതായത് കുറച്ച് കൂട്ടി കൂട്ടി പറയാൻ തുടങ്ങി. എങ്ങനെയാണോ പണ്ട് രാവണന്റെ അടുത്ത് ശൂർപ്പണഖ പോയി പറഞ്ഞത്, അവിടുത്തെ സീതേനെ എങ്ങനെയെങ്കിലും അവിടത്തേക്ക് വേണ്ടിയിട്ട് ഇതാക്കാൻ എന്താ പറയാ ശുപാർശ ചെയ്ത് പോവാണ് ലക്ഷ്മണൻ രാമന്റെ അടുത്തേക്ക്. അവിടത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോയത് എന്ന് പറയും. കണ്ടില്ലേ എന്റെ മൂക്ക് മുറിച്ചു ലക്ഷ്മണൻ എന്ന് പറയും. സീതയ്ക്ക് വേണ്ടി ഞാൻ ചേട്ടന് വേണ്ടിയിട്ടാണെന്ന് പറയും. അതായത് ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യാണ്. ചേട്ടന്റെ പേര് പറയും. ഓ എനിക്ക് വേണ്ടിയിട്ടാണോ, എന്നാൽ അത് കാണണല്ലോ. ഇങ്ങനെയാണ് റിവെഞ്ച് വരുന്നത്. ഈ സെയിം ടെക്നിക്ക്. കണ്ടില്ലേ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞു, അതായത് നീയും മരിക്കുമെന്ന് പറയുകയാണെന്ന്. വിക്രമിന് എന്തൊന്നില്ലാത്ത ദേഷ്യവും വരുന്നു. മീരയുടെ പുറത്ത് തെറ്റായ ഒരു കണ്ണുമുണ്ട്. ഇവളെ തളർത്തണമെങ്കിൽ ഒരൊറ്റ ഐഡിയ ഉള്ളൂ. ഇനി പ്ലാനുകളാണ്. പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി പോലെ മീരേനെ കൊല്ലാനുള്ള പ്ലാനുകളാണ് ഇനി കൊട്ടാരത്തില്. കൊല്ലണമെന്ന് പറയും, പക്ഷെ കൊല്ലൽ എളുപ്പമല്ല. കാരണം ഫുൾ കൊട്ടാരത്തിലെ അവിടുത്തെ ജനങ്ങളൊക്കെ മീരയുടെ ഒപ്പാണ്, മീരയുടെ ഭക്തിയിൽ. അതുകൊണ്ട് കൊല്ലൽ എളുപ്പമല്ല. എങ്ങനെയെങ്കിലും ഇവളെ ഒന്ന് തളർത്തണം, ഇവളെ മാനസിക നില തെറ്റിക്കണം. അത് മെന്റലി ഇവളെ തെറ്റാക്കി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു.
ബുദ്ധിക്ക് സ്ഥിരത ഇല്ലാതെ മെന്റലി ഇതാക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പറയാം, കണ്ടില്ല ഇവൾ എന്തൊക്കെയോ പറഞ്ഞു നടക്കുന്നു, ഇവൾക്ക് അങ്ങനെയൊക്കെ പറയാം. നമുക്ക് അത് കഴിഞ്ഞിട്ട് കൊല്ലാനുള്ള പ്ലാൻ, അതായത് ഇങ്ങനെയൊക്കെ പ്ലാനിങ് നടക്കുന്നു അവിടെ. അതിന് ഇവളുടെ ഗിരിധാരീനെ ഇല്ലാതെയാക്കിയാൽ മതി. ഗിരിധാരി നഷ്ടപ്പെട്ടാൽ ഇവളുടെ സമനില നഷ്ടപ്പെടും. ഇതാണ് ഇവരുടെ പ്ലാൻ എ. അങ്ങനെ ഗിരിധാരീനെ നഷ്ടപ്പെടുത്താൻ നോക്കാണ്. എപ്പോഴും ഇവള് ക്ഷേത്രത്തിലാണല്ലോ, ആ ക്ഷേത്രത്തിലെ ഭഗവാനെ ഇല്ലാതെയാക്കിയാൽ മതി. പക്ഷെ ഭഗവാനെ കൊണ്ട് കളയാൻ പറ്റില്ല, കാരണം ഏതെങ്കിലും ജനങ്ങൾ കണ്ടെടുത്തോണ്ട് വരും, കാരണം അവർക്കറിയാം ഇത് മീരയുടെ ഗിരിധാരിയാണെന്ന്. നമുക്ക് മണ്ണിൽ കുഴിച്ചിടാം, നല്ല ആഴത്തിലൊരു കുഴിയെടുത്തിട്ട് കുഴിച്ചിടാം, അതാവുമ്പോ സേഫാണ് എന്ന് പറയാണ്. പ്ലാൻ ഊതയുടെയും വിക്രമിന്റെയാണ്. ആൾക്കാരെ വരുത്തിക്കും, ഗിരിധാരീനെ ക്ഷേത്രത്തിൽ നിന്ന് എടുക്കണം, അത് കൊണ്ടുപോയി ആഴത്തിലൊരു കുഴി കുഴിച്ചിട്ട് മണ്ണിന്റെ അടിയിൽ ഇടണം. എല്ലാം പ്ലാൻഡ്. രാത്രി ഗിരിധാരീനെ പോയി അവിടെ നിന്ന് എടുത്ത് ഒരു മണ്ണിന്റെ അടിയിൽ ആഴത്തിൽ കൊണ്ട് കുഴിച്ചിടും. പിറ്റേ ദിവസം മീരയും സഖിമാരും തോഴിമാരൊക്കെ ക്ഷേത്രത്തിൽ പോയിട്ട് മീര അവിടെ എല്ലാം ഒരുക്കുന്നു. എല്ലാം ചെയ്യുമ്പോ സഖിമാര് പറയാ, മെടുത്തനി ഇവിടെ നമ്മളുടെ ഗിരിധാരി ഇല്ല. അപ്പൊ മീര പറയാ, അവിടെ ഉണ്ട്, നോക്കൂ. ഇല്ല മെടുത്തനി, നോക്കൂ, നമ്മുടെ ഗിരിധാരിനെ ഇവിടെ കാണുന്നില്ല. വളരെ കാഷ്വൽ ആയിട്ട്, വളരെ സർവ്വസാധാരണമായിട്ട് മീര പറയാ. എവിടെങ്കിലും പോയിട്ടുണ്ടാവും ഗോപികളുടെ കൂടെ രാസം ആടാൻ വേണ്ടിയിട്ട്. ഇവനാണോ പോവാതിരിക്കുന്നത്? ഏതെങ്കിലും ഗോപി വന്ന് വിളിച്ചപ്പോ ഗോപികളുടെ കൂടെ പോയി. അപ്പൊ പറയും, അല്ല ശരിക്കും ഇവിടെ ഇല്ല. അവ പോയത് അവന് തിരിച്ചു വരാനറിയാം. അവനാണോ? അവനെ ആർക്കെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ? അവനായിരിക്കും പലവരെയും കൊണ്ടുപോവാ, അല്ലെങ്കിൽ ഏതെങ്കിലും ഗോപികളുടെ അടുത്ത് പോയിട്ടുണ്ടാവും. മീരനെ ഒട്ടും എഫക്ട് ചെയ്തിട്ടില്ല ഈ കാര്യം. മീര നിങ്ങൾ പുഷ്പങ്ങളൊക്കെ ഒരുക്കോ, വിശന്ന് കഴിഞ്ഞാൽ അവൻ വരും ഇങ്ങോട്ട്, അവന് വിശപ്പൊന്നും സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മീര പൂക്കളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. തോഴിമാര് ഭക്ഷണം പാചകം ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാൻ പറയുന്നു. കുറച്ച് കഴിയുമ്പോ തോഴിമാർക്ക് ആകെ വിഷമം, വരുന്നില്ലല്ലോ, നിങ്ങൾ ഇതൊക്കെ ചെയ്യൂ, അവൻ വരും, അവൻ എവിടെ പോവാനാ? ആ സർവശക്തനായ നമ്മുടെ ഭഗവാനാണത്, കൃഷ്ണനാണ്. ഗിരിധാരീനെ ആർക്ക് എവിടെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ? ഇതാണ് ഫേം ആയിട്ടുള്ള ഉറച്ച വിശ്വാസം, ഭക്തിയില് ഈ ലെവൽ ഭക്തി. ഇതല്ലേ നമ്മൾ ഇൻസ്പയർഡ് ആവേണ്ടത്. എന്റെ ഭഗവാൻ ആ എന്നുള്ള ഭഗവാനിൽ കൊടുക്കുന്ന അർപ്പിക്കുന്ന വിശ്വാസം. ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാള് വന്ന് കണ്ണ് പൊത്തിപ്പിടിക്കാണ്, മേത്തൊക്കെ നിറയെ മണ്ണുണ്ട്. എവിടെ പോയിരിക്കായിരുന്നു ഇത്ര നേരം? കൃഷ്ണനെ വന്ന് പിടിച്ചെന്ന് മനസ്സിലായി മീരയ്ക്ക്. മേത്തെല്ലാം ശരീരത്തിലൊക്കെ മണ്ണും. എവിടെയെങ്കിലും പോയോ? വരാഹമൂർത്തിയുടെ പോലെ മണ്ണിന്റെ അടിയിൽ പോയതാണോ? വേഗം പോയി കുളിക്കാൻ നോക്കുക, അല്ലെങ്കിൽ രാധാറാണി പോലും അടുത്തേക്ക് വരില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഗിരിധാരി വേഗം അകത്തേക്ക് കയറിപ്പോയി. അപ്പോ ഗോപികമാരൊക്കെ, മേടുത്തിനി ഇതാ ഭഗവാൻ ഉണ്ട് ഇവിടെ. അപ്പോഴും എനിക്കറിയാം വന്നൂന്ന്. മീര ഇങ്ങനെ ഇരുന്ന് പൂവിട്ട. അവിടത്തേക്ക് അറിയോ? ഇവിടെ നിന്നല്ലേ അവൻ പോയത്, മേത്തെല്ലാം മണ്ണ്, അവനെ നല്ലോണം ഒന്ന് കുളിപ്പിക്ക്, അല്ലെങ്കിൽ രാധാറാണി പോലും വരില്ല അടുത്ത്, അവൻ എവിടെയോ ഭൂമിയുടെ അടിയിലൊക്കെ പോയി വന്നതാ പറയും. ഇതാണ് മീരയ്ക്ക് ഭഗവാനോടുള്ള ബന്ധം, ഫേം ആയിട്ടുള്ള വിശ്വാസം. എന്റെ ഭഗവാൻ വരും, എന്റെ ഭഗവാൻ എവിടെയും പോയില്ല. വന്നു, ആ ഫ്രീഡം ഭഗവാൻ വന്ന് കൈപൊത്തി പിടിച്ചു. എന്റെ മീരയുടെ അടുത്ത് എനിക്ക് വരാണ്ടിരിക്കാൻ പറ്റുമോ? ഭഗവാനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഭഗവാനെ കൊണ്ട് മണ്ണിലൊക്കെ ഒളിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ കുളിപ്പിച്ച് സുന്ദരനായി നോക്കുമ്പോ ഊത ചെന്ന് നോക്കും, സൈഡിൽ നോക്കുമ്പോ പോയ ഗിരിധാരി ഇതാ നിൽക്കുന്നു. വിക്രമും ചെന്ന് അറിയാൻ പറ്റി ഇവിടെ ഗിരിധാരി വന്നു. സേവകരോട് ചോദിച്ചു, നിങ്ങൾ എവിടെ കൊണ്ടുപോയാ വിട്ടത്? ഞങ്ങൾ ആഴത്തിലൊരു കുഴി കുഴിച്ച് അവിടെ ഇട്ട് ദൂരെയുള്ള ഒരു സ്ഥലത്തായി ഇട്ടതെന്നൊക്കെ പറയും. എന്നിട്ടാണ് ഇവിടെ വന്നത്. അവള് സാധാരണ പോലെ ഇരുന്ന് മാല കിട്ടുന്നു, എല്ലാം ചെയ്യുന്നു. ഗിരിധാരി അവിടെ ഇതെങ്ങനെ? ഊത പറയും, ഇവള് തന്ത്രം പഠിച്ചിട്ടുണ്ട്, മന്ത്രങ്ങളും പഠിച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ അല്ല ഈ മീര. ഇവൾക്ക് ഭക്തി മാത്രല്ല, തന്ത്രവും വശമുണ്ട്, മന്ത്രങ്ങളും അറിയാം, സിദ്ധികളൊക്കെ ഉണ്ട് ഇവൾക്ക്. ഇവൾക്ക് എന്തൊക്കെയൊക്കെയോ കാര്യങ്ങൾ അറിയാം എന്ന് പറയും. എന്ത് തന്ത്രം, എന്ത് മന്ത്രം അല്ലെ? ഭഗവാൻ എന്നുള്ള ഭക്തി എന്നുള്ള മന്ത്രം ഉള്ളപ്പോ എന്ത് തന്ത്രങ്ങള്. ഇങ്ങനെ പ്ലാൻ എ പൊട്ടി. ഇനി അടുത്ത പ്ലാൻ ആണ് കേട്ടോ. അപ്പൊ ഇതില് വിജയിച്ചില്ല. ഇനി മീരനെ കൊല്ലാനുള്ള അടുത്ത പ്ലാനുകളാണ് നോക്കുന്നത്. മീര ഇതൊന്നും എഫക്ട് ചെയ്യാണ്ട് ഭക്തി ചെയ്യുന്നു, പേടിയൊന്നുമില്ല. പക്ഷെ ഒരു പോയിന്റ് എത്തുമ്പോ പാവം ഇറങ്ങും അവിടുന്ന് കേട്ടോ, അവിടുന്ന് പോവും.
പറയാം, അവിടേക്ക് എത്താം. ഇനി സിംഹത്തിനെയോ പുലിനെയോ എന്തോ ആണ് കൊണ്ടുവരാൻ പോകുന്നത് കേട്ടോ. അത് അടുത്ത്. ഇന്ന് കുറേ നേരം ഞാൻ കുറച്ച് വൈകിച്ചു നിങ്ങൾക്ക് കഥ പറയാൻ 2-3 ദിവസം, അതുകൊണ്ട് ഇത്ര എക്സ്റ്റെൻഡ് ചെയ്ത് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇനി ബാക്കി അടുത്തത്. അപ്പൊ എങ്ങനെ നമ്മൾ ഭക്തി ചെയ്യണം? മീര ചെയ്യണം പോലെ ഭക്തി ചെയ്യണം. അങ്ങനെ വിശ്വസിച്ച് ഭക്തി ചെയ്യണം. കൃഷ്ണൻ ഞാൻ പറയണതൊക്കെ കേൾക്കും. കൃഷ്ണൻ എൻ്റെ കൂടെ ഉണ്ട്. നമ്മുടെ സ്വത്ത് ആരാണ്? നമ്മൾ ആരുടെയാണ് ഓണർ? നോക്കൂ, ഭഗവാന്റെ ആണ്. ഭഗവാന്റെ സ്വന്തമാണ് നമ്മൾ. കൃഷ്ണന്റെ മകളാണ് ഞാൻ, അല്ലെങ്കിൽ കൃഷ്ണന്റെ സഖിയാണ് ഞാൻ, അല്ലെങ്കിൽ കൃഷ്ണന്റെ സിസ്റ്ററാണ് ഞാൻ. എന്ത് ഭാവം നിങ്ങളുടെ ഭാവം. ആൻഡ് നമ്മളുടെ മീര പറഞ്ഞു കൊടുക്കാണ് അവിടെ വരുന്നവരോടൊക്കെ, സഖിമാരോടും, ഏത് ഭാവത്തിലാണ് നമ്മൾ കൃഷ്ണനെ പ്രാർത്ഥിക്കേണ്ടേ ചോദിക്കുമ്പോൾ നിങ്ങൾ ഏത് ഭാവത്തിലാണോ വിചാരിക്കുന്നത് ഗിരിധാരി നിങ്ങൾക്ക് സങ്കല്പിച്ച് തന്ന ഭാവമാണെന്ന്. അതായത് എനിക്കിപ്പോ സഖിയായിട്ട് തോന്നുന്നു, അത് ഗിരിധാരി സങ്കല്പിച്ചു തന്നതാ. എനിക്ക് കുട്ടിയായിട്ട് തോന്നുന്നു, അത് ഗിരിധാരിയുടെ സങ്കല്പം. നിങ്ങൾ വിചാരിക്കുന്നതാണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് വിചാരമുണ്ടോ? നമ്മൾ വിചാരിക്കുന്നത് ഒന്നുമല്ല നടക്കുന്നത്, ഭഗവാൻ നിശ്ചയിക്കുന്നതാണ്. എപ്പോഴും മനസ്സിലാക്കുക, ഏതവസ്ഥയിൽ ഭഗവാൻ എന്ത് ചെയ്യുന്നുണ്ടോ ഭഗവാന്റെ ഭക്തർക്ക്. നിങ്ങൾ ഭഗവാന്റെ പരിശുദ്ധ ഭക്തരാണോ? ഭഗവാൻ വിചാരിക്കാത്തതൊന്നും നടക്കില്ല. എല്ലാം ഭഗവാന്റെ ഇച്ഛ പ്രകാരം. ആ ഭഗവാൻ അറിയാതെ ഒന്നും സംഭവിക്കില്ല. അങ്ങനെ ഉറച്ച വിശ്വാസവും ഭക്തി. നമ്മൾ ഭഗവാന്റെ സ്വന്തമാണെങ്കിൽ ആ ഭഗവാന് ഇഷ്ടമുള്ളതൊക്കെ, പിന്നെ ഭഗവാന്റെ റെസ്പോൺസിബിലിറ്റി ആയി അല്ലേ. ഞാൻ അവിടുത്തെ സ്വന്തമല്ലേ, അവിടത്തേക്ക് എന്ത് ചെയ്യുന്നതും എന്റെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും. എനിക്ക് തെറ്റെന്തായാലും ചെയ്യില്ല അല്ലെ. മക്കൾക്ക് തെറ്റായിട്ടുള്ള അമ്മമാരും അച്ഛന്മാരും ചെയ്യില്ലല്ലോ. അതേപോലെ ഞാൻ അവിടുത്തെ ഭഗവാന്റെ ആ സ്വന്തമാണെങ്കിൽ അവിടുത്തെ എല്ലാം എനിക്ക് നല്ലതേ ചെയ്യുള്ളൂ എന്നുള്ള ബോധത്തിൽ ഉറച്ചിരിക്കുന്ന മീര. ഇതായിരിക്കണം നമ്മുടെ ഭക്തി. ഇങ്ങനെ ഭക്തി ചെയ്യണം. ഇതായിരിക്കണം നമ്മുടെ പ്രചോദനം ഭക്തിയില്. സംശയിക്കരുത്, വിശ്വസിക്കണം ഭഗവാനില്. വിശ്വസിക്കല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, വി എക്സിസ്റ്റ് ഇൻ ഗോഡ്. നമ്മൾ നിലനിൽക്കുന്നത്, നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നത്, നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ എണീക്കാൻ പറ്റുന്നത്, ഞാൻ ഈ ഭക്തി പറഞ്ഞു തരുന്നത്, എന്റെ വായിൽ കൂടി ശബ്ദം വരുന്നത്, ഇത് കറക്റ്റ് ആയിട്ട് വരുന്നത്, ഇതില് ഞാൻ എന്തൊക്കെ പറയണത് കറക്റ്റായി പ്ലേസ് ചെയ്തൊക്കെ ഭഗവാന്റെ കൃപ, എന്റെ കഴിവൊന്നുമല്ല. അതേപോലെ എല്ലാം നിങ്ങൾക്ക് ഇത് തോന്നുമ്പോ, ഇതിപ്പോ ഭഗവാന്റെ കഥ കേൾക്കുമ്പോൾ ഞാൻ കമന്റ്സ് ഒക്കെ എല്ലാവർക്കും സന്തോഷം കേൾക്കാൻ തോന്നി. ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഭഗവാൻ ആനന്ദിക്കുന്നു. ഇതാണ് നിങ്ങളെ റിഫ്ലക്ട് ചെയ്യുന്നത്. നിങ്ങൾ അറിയാതെ ഭഗവാൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ചൈതന്യം നിങ്ങൾക്ക് തരുന്നു അല്ലെ. ഉള്ളിൽ ഇരിക്കുന്നത് ഈശ്വരനാ. നമ്മളുടെ അന്തർയാമി നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ ഇരിക്കുന്നു. ഈശ്വരൻ ഇരിക്കുന്നതുകൊണ്ടല്ലേ നമുക്ക് ഉള്ളിൽ ആ ചൈതന്യം, അതുകൊണ്ടല്ലേ നമുക്ക് സന്തോഷം വരുന്നത്. അതെങ്ങനെ സന്തോഷം വരാം? ഭഗവാനല്ലേ നമ്മൾക്ക് ഇപ്പൊ എണീക്കാനുള്ള ശക്തി പോലും, നമുക്ക് ശ്വസിക്കാനുള്ള ശക്തി പോലും ഭഗവാനാ തരുന്നതെങ്കിൽ, ഇങ്ങനെ കേൾക്കാനും കാണാനും എല്ലാം അനുഗ്രഹം ഭഗവാനാ തരുന്നത്. ഭഗവാന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. എല്ലാവർക്കും കൃഷ്ണപ്രേമം, വൃന്ദാവൻ ധാമിന്റെ അനുഗ്രഹം, മീരാബായിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. കുഞ്ച് ബിഹാരി ശ്രീഹരിദാസ്.